ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ ഭൂമിപ്പെണ്ണ്. അധ്യായം 33. കായൽക്കരയിലെ കൊച്ചു ഗ്രാമത്തിൽ താമസം മാറിച്ചെന്ന സണ്ണച്ചനും കുടുംബവും കുറേ കാലം അവിടെ താമസിച്ചു. സണ്ണച്ചൻ്റെ മനസ്സിലുണ്ടായ മുറിവുണങ്ങാൻ ആ ഗ്രാമത്തിലെ ജീവിതവും അവിടുത്തെ അന്തരീക്ഷവും സഹായകമായി. പല തൊഴിലുകളും ചെയ്ത് സണ്ണച്ചനും റോയിമോനും കൂടി ആ കുടുംബം പുലർത്തി. സണ്ണി നിയമബിരുദത്തിനുള്ള പഠനം തുടർന്നു. നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു അവൻ്റെ ഓരോ തീരുമാനവും ഓരോ നീക്കങ്ങളും. സ്ത്രീകളെ ഇനിയൊരിക്കലും വിശ്വസിക്കുകയില്ലെന്ന് അവൻ ഉറച്ചു. അവരോടുള്ള പ്രതികാരബുദ്ധി അവൻ്റെ ഉള്ളിൽ മറഞ്ഞുകിടന്നു. സണ്ണിച്ചിൻ്റെയും മറ്റും വീടിനടുത്ത അയൽപക്കമായിരുന്നു മണക്കരക്കാർ. ആ വീട്ടിൽ ഒരു പെണ്ണുണ്ട്. പേര് ജാൻസി. 18 വയസ്സ് പ്രായം. ഒരു ഇരുനിറക്കാരി സുന്ദരി പെണ്ണ്. അവളുടെ തീക്ഷ്ണമായ കണ്ണുകൾ ആ കരയിലെ ചെറുപ്പക്കാർക്ക് ലഹരിയായിരുന്നു. അവളുടെ ചുവന്നു തുടുത്ത് തെല്ലുലർന്ന ചുണ്ടുകളിൽ ഒന്ന് ചുംബിക്കാൻ കൊതിക്കാത്ത പൂവാലന്മാരില്ല. കടഞ്ഞെടുത്തതുപോലെയുള്ള മേനി, കൊഴുത്ത അവയവങ്ങൾ. അവൾ അധികമാരോടും മിണ്ടുകയില്ല. മിണ്ടാപ്പൂച്ച എന്നാണ് പൂവാലന്മാർ അവളെ കളിയാക്കി വിളിക്കുന്നത്. സണ്ണിച്ചിന് ജാൻസിക്ക് ഇഷ്ടമായി. അതുപോലൊരു ഗൗരവക്കാരനെയാണ് അവൾ തൻ്റെ പുരുഷനായി കിനാവു കണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ കണ്ടാൽ പല്ലിളിച്ച് പുറകെ നടക്കുന്ന ചെറുപ്പക്കാരോട് അവൾക്ക് പുച്ഛമായിരുന്നു. സണ്ണിച്ചൻ അങ്ങനെയല്ല. പലതവണ അവൾ സണ്ണിച്ചൻ്റെ വീട്ടിൽ പോയി. പക്ഷേ സണ്ണിച്ചൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ഈ അവഗണന അവൾക്ക് പിടിച്ചില്ല. ജാൻസിക്കറിയാം താൻ ഈ കരയിലെ ഒരു കൊച്ചു സുന്ദരിയാണെന്ന്. അവളെ പലരും കൊതിയോടെ തുറച്ചു നോക്കുന്നത് അവൾ ശ്രദ്ധിക്കാറുണ്ട്. പല ചെറുപ്പക്കാർ അവളോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതിനൊന്നും അവൾ വഴങ്ങിയില്ല. തന്നെപ്പോലെ അഴകൊത്ത ഒരു പെൺകുട്ടി ഈ കരയിലില്ലെന്ന അഹങ്കാരവും അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം സണ്ണിച്ചൻ മാത്രം വീട്ടിലുള്ളപ്പോൾ അവൾ വന്നു. എന്താ കാര്യം? സണ്ണിച്ചൻ പരുഷമായി ചോദിച്ചു. അവൾ നാണിച്ച് മുഖം കുനിച്ചു നിന്നു. ഒന്നും പറയാനില്ലേ? എനിക്ക് സണ്ണിച്ചനെ ഇഷ്ടമാ. ഞാൻ സ്നേഹിക്കുന്നു. ഓഹോ, അതാണോ കാര്യം? സണ്ണിച്ചന് എന്നെ ഇഷ്ടമല്ലേ? നിന്നെ ഏത് പുരുഷനാ ഇഷ്ടപ്പെടാത്തത്? സണ്ണിച്ചന് എന്നെ കല്യാണം കഴിക്കാമോ? അതൊഴികെ എന്തു വേണമെങ്കിലും ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ വിവാഹമില്ല. അതെന്താ? എനിക്ക് പെണ്ണുങ്ങളെ വിശ്വാസമില്ല. അവർക്ക് ഞാൻ എൻ്റെ ജീവിതം പന്താടാൻ വിട്ടുകൊടുക്കുകയില്ല. എന്നെ സണ്ണിച്ചന് വിശ്വസിക്കാം. ഞാനെന്നും സണ്ണിച്ചൻ്റെ ദാസിയായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് ഒരുത്തി എന്നെ പറ്റിച്ചു. അവൾ കാരണം എനിക്കുണ്ടായ വേദനകൾക്ക് കണക്കില്ല. ഞാൻ സണ്ണിച്ചനെ വഞ്ചിക്കുകയില്ല. എടി പെണ്ണെ, നിന്നെ സ്നേഹിക്കാൻ ഞാനില്ല. അതിന് നീ സ്വപ്നം കാണുകയും വേണ്ട. ജാൻസി പരിഭവിച്ച് തിരിച്ചുപോയി. പിന്നെ ഒരിക്കലും ജാൻസി സണ്ണിച്ചനെ കാണാൻ വന്നില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ മിണ്ടാതെ മുഖവും കനപ്പിച്ച് നടന്നു പോകും. സണ്ണിച്ചനെ തൻ്റെ വലയിൽ കിട്ടുകയില്ലെന്ന് അവൾക്കുറപ്പായി കഴിഞ്ഞിരുന്നു. 1 വർഷത്തിന് ശേഷം ജാൻസിയുടെ വിവാഹം മറ്റൊരു ചെറുപ്പക്കാരനുമായി നടന്നു. വിവാഹത്തിന് വത്സമ്മയ്ക്കും സണ്ണിച്ചനും ക്ഷണമുണ്ടായിരുന്നു. വത്സമ്മ മാത്രം പോയി കല്യാണം കൂടി. സണ്ണിച്ചൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേനയുള്ള തൻ്റെ നിയമപഠനം തുടർന്നു. അടുത്ത കൊല്ലം അവൻ നിയമബിരുദമെടുത്തു. ഇനി പ്രശസ്തനായ ഏതെങ്കിലും വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിക്കണം. ആ നാട്ടിൽ താമസിച്ചുകൊണ്ട് അത് പറ്റില്ല. അയാൾ എറണാകുളത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ചു. വത്സമ്മയ്ക്കും റോയിമോനും കായൽക്കരയിലെ ആ വീട് ഉപേക്ഷിച്ചു പോകാൻ തീരെ മനസ്സുണ്ടായില്ല. സണ്ണിച്ചൻ പറഞ്ഞു, നമ്മളിവിടെ കിടന്നാൽ ഒന്നും നേടാൻ പോകുന്നില്ല. അധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് കഷ്ടിച്ച് ദാരിദ്ര്യം കൂടാതെ കഴിയാം. അതുപോരെ? വത്സമ്മ ചോദിച്ചു. പോരാ, പണവും പ്രശസ്തിയും ഉണ്ടാകണം. ലാലിമോളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണം. റോയിമോനും ഒരു നല്ല ജീവിതം നേടിയെടുക്കണം. അതിന് നമ്മൾ ഈ ഗ്രാമം വിട്ട് പോയേ തീരൂ. സണ്ണിച്ചൻ അവിടുത്തെ വീടും പറമ്പും വിൽക്കാൻ ഏർപ്പാടാക്കി. വിൽപ്പന വേഗം നടന്നു. സണ്ണിച്ചൻ എറണാകുളത്ത് ഒരു വീട് വാടകയ്ക്കെടുത്തു. എല്ലാവരും കൂടി അങ്ങോട്ട് താമസം മാറ്റി. ഹൈക്കോടതിയിലെ ഏറ്റവും പ്രശസ്തനായ അഡ്വക്കേറ്റ് ശങ്കുണ്ണി നായരുടെ ജൂനിയറായി പ്രാക്ടീസ് ആരംഭിച്ചു. നീനയുടെ സ്ഥിതി ആദ്യമൊക്കെ പരുങ്ങലിലായിരുന്നു. പ്രസവത്തോടനുബന്ധിച്ച് അവളുടെ ശരീരത്തിൽ നിന്ന് കുറേയധികം ചോര വാർന്നുപോയി. ഡോക്ടർമാർ ഉടനെ അടിയന്തര ചികിത്സ നടത്തി. അവൾക്കാവശ്യമുള്ള രക്തം സംഭരിച്ചു കൊടുത്തു. നീന മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മദറിനും മഠത്തിലെ സിസ്റ്റേഴ്സിനും അപ്പോഴാണ് ആശ്വാസമായത്. നീന ബോധക്കേടിൽ നിന്നുണരുമ്പോൾ അവളുടെ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് മയങ്ങുകയായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ. അവൾ കുഞ്ഞിനെ വീണ്ടും വീണ്ടും നോക്കി. താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരാൺകുഞ്ഞ്. പവൻ്റെ നിറം. സണ്ണിച്ചൻ്റെ കണ്ണുകളും ചുണ്ടുകളുമാണവന്. അപ്പൻ്റെ തനിപ്പകർപ്പ്. ഇപ്പോൾ സണ്ണിച്ചനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ
നമ്മുടെ മകനാണിത് സണ്ണിച്ച എന്ന് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നെങ്കിലും അങ്ങനെ സണ്ണിച്ചനോട് പറയാൻ ഒരവസരം ദൈവം നൽകാതിരിക്കുമോ? നീനയെയും കുഞ്ഞിനെയും മഠത്തിലെ കന്യാസ്ത്രീമാർ നല്ലവണ്ണം സംരക്ഷിച്ചു. അവർ അവൾക്ക് വേണ്ട പ്രസവരക്ഷകളൊക്കെ നൽകി. നീന തൻ്റെ കുഞ്ഞിന് പേരിട്ടു ആകാശ്. അവൾ കുഞ്ഞിനെയും കൊണ്ട് നഴ്സറിയിൽ പോകും. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തിയിട്ട് കുട്ടികളെ പഠിപ്പിക്കും. നഴ്സറിയിലെ പിഞ്ചോമനകൾക്ക് ആകാശിനെ വലിയ ഇഷ്ടമായിരുന്നു. അവരവനെ ആകാശക്കുട്ടനെന്ന് വിളിച്ചു. ആകാശ് പിഞ്ചു കുഞ്ഞുങ്ങളോട് ചിരിച്ച് കരഞ്ഞു കളിച്ച് വളർന്നുകൊണ്ടിരുന്നു. അവന് മുട്ടിലിഴിഞ്ഞ് നടക്കാറായി. കുട്ടികൾ പുൽത്തകടിയിലെ മരച്ചുവട്ടിൽ വിശ്രമിക്കുമ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞു ചെല്ലും. അവൻ പിച്ചവെച്ച് നടക്കാറായപ്പോൾ നീന മഠത്തിൻ്റെ മതിൽക്കെട്ടിനുള്ളിലൂടെ, ഉദ്യാനത്തിലൂടെ, മാന്തോപ്പിലൂടെ അവൻ്റെ കൈക്ക് പിടിച്ച് നടത്തി. സായാഹ്നത്തിലാണ് നടക്കാനിറങ്ങുക. ചിലപ്പോൾ അവരോടൊപ്പം മദറോ ഏതെങ്കിലും സിസ്റ്ററോ ഉണ്ടായെന്നിരിക്കും. സായാഹ്ന സവാരി ആകാശക്കുട്ടന് വലിയ ഇഷ്ടമായിരുന്നു. തുള്ളിച്ചിരിച്ചുകൊണ്ട് അവൻ തത്തി നടക്കും. കണ്ടാൽ ഇപ്പോൾ വീഴുമെന്ന് തോന്നും. കാണുന്ന പക്ഷികളോടും ഇലകളോടും പൂക്കളോടും കുശലം പറഞ്ഞ് കൊഞ്ചിച്ചിരിച്ച് അവർ നടന്നുകൊള്ളും. പഴുത്തില്ലയോ വെള്ളാരം കല്ലോ അവൻ്റെ കയ്യിൽ നിക്ഷേപം പോലെ ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞു വളർന്നുകൊണ്ടിരുന്നു. നീനയ്ക്കും അവനും കൂടി കോൺവെന്റ് ഹോസ്റ്റലിലെ കൊച്ചുമുറി പോരെന്നായി. ഒത്തിരി അസൗകര്യങ്ങൾ അവിടെയുണ്ട്. നീന മാത്രം താമസിച്ചിരുന്നപ്പോൾ മെസ്സിൽ പോയി 3 നേരം ആഹാരം കഴിച്ചാൽ അതുകൊണ്ട് മതിയാകുമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. കൂടെ കൂടെ കുഞ്ഞിന് പാൽ ചൂടാക്കി കൊടുക്കണം, ഫാരക്സ് കുറുക്കി കൊടുക്കണം. മലവും മൂത്രവും പുരണ്ട തുണികൾ ഉടനടി കഴുകിയിടാൻ സൗകര്യവും വേണം. അതുമാത്രമല്ല, കുഞ്ഞിനെയും കൊണ്ട് മെസ്സിൽ പോയി ഭക്ഷണം കഴിക്കുക ബുദ്ധിമുട്ടായി. അവർ താമസിക്കുന്ന മുറി തീരെ ചെറുതാണ് താനും. മദർ തന്നെയാണ് നീനയോട് പറഞ്ഞത്, നീനെ, നിനക്കും കുഞ്ഞിനും ഈ ഹോസ്റ്റൽ മുറി പോരാ. നിങ്ങൾക്കിവിടെ ശ്വാസം മുട്ടും. കുറച്ചുകൂടി സൗകര്യപ്രദമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറ്റുന്നതല്ലേ നല്ലത്. ആകാശ് വളർന്നു വലുതാവുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മാറിയേ പറ്റൂ. നമുക്കൊരു ചെറിയ വീട് വാടകയ്ക്ക് കിട്ടുമോ എന്ന് നോക്കാം. ഞാനും കുഞ്ഞും മാത്രം ഒരു വീട്ടിൽ താമസിക്കാനോ? അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പേയിങ് ഗസ്റ്റായി കൂടിയാലും മതി. മക്കൾ വിദേശത്തായിരിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കളുണ്ട് ഇന്നാട്ടിൽ. അത്തരത്തിലുള്ള ഒരു വീട്ടിൽ കൂടിയാൽ അവർക്ക് നീനയെക്കൊണ്ടും നീനയ്ക്ക് അവരെക്കൊണ്ടും സഹായമുണ്ടാകും. കുഞ്ഞിനെ നോക്കാനൊക്കെ സഹകരിക്കുന്നവരാണെങ്കിൽ പരമസുഖം. പക്ഷേ ഞാനെങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും? നീന അന്വേഷിക്കേണ്ട. അന്വേഷണമൊക്കെ ഞങ്ങൾ നടത്തിക്കൊള്ളാം. പറഞ്ഞതുപോലെ കന്യാസ്ത്രീകൾ അത്തരമൊരു വീട് കണ്ടുപിടിച്ചു. 2 പെൺമക്കൾ മാത്രമുള്ള പ്രായം ചെന്ന മാതാപിതാക്കൾ. മക്കൾ 2 പേരും ദൂരസ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. ഒരാൾ കാൺപൂരിൽ, മറ്റേയാൾ അഹമ്മദാബാദിലും. അവർ വർഷത്തിലൊരിക്കൽ നാട്ടിൽ വരും. വിവാഹിതരായതുകൊണ്ട് ആദ്യം ഭർതൃഭവനത്തിൽ പോകും. പിന്നെ കുറച്ചുനാൾ അപ്പനമ്മമാരുടെ കൂടെ താമസിക്കും. കന്യാസ്ത്രീമാർ മുഖേനയുള്ള ഏർപ്പാടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. നീനയെ അവർക്കിഷ്ടപ്പെട്ടു. അതിനേക്കാൾ ആകാശക്കുട്ടനെയും. കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചിട്ട് നീനയ്ക്ക് ജോലിക്ക് പോകാമെന്നായി. അവർ കാര്യമായി നോക്കിക്കൊള്ളും. ആകാശിനും അവരെ വളരെ ഇഷ്ടമായി. താമസവും ഭക്ഷണവും ഉൾപ്പെടെ നീന 400 രൂപ ഓരോ മാസവും അവർക്ക് കൊടുക്കേണ്ടിയിരുന്നു. നല്ല ഭക്ഷണവും നല്ല പെരുമാറ്റവുമാണ് അവിടെ കിട്ടിയിരുന്നത്. മറ്റു ഉപകാരങ്ങൾ വേറെയും. നഴ്സറിയിൽ നിന്ന് കിട്ടുന്നത് 400 രൂപയാണ്. അതുകൊണ്ട് ജീവിച്ചു പോകാൻ നീന നന്നെ ക്ലേശിച്ചു. വീണ്ടും മദർ അവളെ ഉപദേശിച്ചു. നീനെ, ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് നീ എങ്ങനെ ജീവിക്കും? കുഞ്ഞു വളരും തോറും ചെലവ് കൂടിക്കൂടി വരികയല്ലേ ഉള്ളൂ. നഴ്സറിയിലെ ജോലിക്ക് ഇതിൽ കൂടുതൽ തരാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. കാരണം ഇതിൽ കുറച്ചു കൊടുത്താലും ഈ ജോലിക്ക് ആളുണ്ട്. അതുകൊണ്ട് നീ വേറൊരു ജോലിക്ക് ശ്രമിക്കണം. ജോലി കിട്ടുന്നതുവരെ നിനക്കിവിടെ തുടരാം. നിന്റെയും കുഞ്ഞിൻ്റെയും നന്മയ്ക്കു വേണ്ടിയാണ് ഞാനിതെല്ലാം പറയുന്നത്. എനിക്കെവിടെ ജോലി കിട്ടും മദർ? ഞാൻ എവിടെ അന്വേഷിക്കും? അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? നീ പഠിച്ചവളല്ലേ, ജോലി കിട്ടാതിരിക്കില്ല. ഞങ്ങൾ വികാരി അച്ഛനോടും കൂടി ഒന്ന് പറയാം. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ നിനക്ക് ഒരു ജോലി സംഘടിപ്പിച്ചു തരാൻ സാധിച്ചേക്കും. 3 മാസത്തോളം അന്വേഷിച്ചിട്ടാണ് നീനയ്ക്ക് ഒരു ജോലി ഒത്തുകിട്ടിയത്. അതും വികാരി അച്ഛൻ്റെ ശുപാർശയുടെ പിൻബലത്തിൽ. ടൗണിലെ ഒരു വൻകിട സ്വകാര്യ പണമിടപാട് സ്ഥാപനമായ പൂമറ്റം ഫൈനാൻസിയേഴ്സിൽ അവൾക്ക് ജോലി കിട്ടി. മാസം 800 രൂപ ശമ്പളം. നീനയ്ക്കും ആകാശിനും അത് ധാരാളം മതിയായിരുന്നു. മദർ ഇടയ്ക്കിടെ അവരെ സന്ദർശിക്കാനെത്തും. ഒരു തവണ വന്നപ്പോൾ മദർ പറഞ്ഞു, നീനെ, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താണ് മദർ? നിനക്കൊരു ജോലിയായി, ജീവിക്കാൻ അത് മതി. പക്ഷേ നീ എത്ര കാലം ഇങ്ങനെ ഒരു വാടക വീട്ടിൽ കഴിയും? എത്ര കാലം ഇങ്ങനെ തനിച്ച് ജീവിക്കും?
തനിച്ചല്ലല്ലോ, എനിക്ക് ആകാശില്ലേ. അവൻ വേഗം വളരും. അവൻ പറക്കം മുറ്റിക്കഴിഞ്ഞാൽ നിനക്ക് തനിച്ചായതുപോലെ തോന്നും. ഒരു പുരുഷൻ തുണയ്ക്കുള്ളതല്ലേ നിനക്ക് നല്ലത്. കുഞ്ഞിനെ വളർത്താനും നിന്റെ ജീവിതം സുരക്ഷിതമാക്കാനുമെല്ലാം നല്ലത് അതല്ലേ. മദർ, നീ ഇപ്പോഴും സുന്ദരിയാണ്, ചെറുപ്പമാണ്. ഒരു നല്ല ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടിയാൽ നിനക്കൊരു വിഷമവുമില്ല. ജീവിതം വെറുതെ പാഴാക്കാനുള്ളതല്ല. ഇല്ല മദർ, അതുമാത്രം മദർ എന്നോട് പറയരുത്. ഇനിയൊരു പുരുഷൻ എൻ്റെ ജീവിതത്തിലില്ല. അതെൻ്റെ ശപഥമാണ്. എനിക്കെൻ്റെ കുഞ്ഞു മാത്രം മതി, എൻ്റെ ആകാശക്കുട്ടൻ. അവനെ ഞാൻ വളർത്തി വലിയവനാക്കും. അവനാണെൻ്റെ സർവ്വസ്വവും, എൻ്റെ ജീവിതം. മദർ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് അവളോട് സംസാരിച്ചതേയില്ല. നീന തൻ്റെ കുഞ്ഞിനെ ജീവനേക്കാൾ സ്നേഹിച്ചു. അവനു വേണ്ടി ജീവിച്ചു, അവനു വേണ്ടി അധ്വാനിച്ചു. അവൻ്റെ അമ്മയെന്നുള്ള വിളി, അവൻ്റെ ചിരി, ഇത്തിരി പോന്ന അവൻ്റെ കുസൃതികൾ, ഇവയെല്ലാം അവളുടെ നിർവൃതിയായി. ആ നിമിഷങ്ങളിൽ അവൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം അനുഭവിച്ചു. 4 വയസ്സായപ്പോൾ നീന അവനെ LKGയിൽ അയച്ചു. പഠിക്കാൻ ആദ്യം മുതലേ അവൻ മിടുക്ക് കാണിച്ചു തുടങ്ങി. ഒന്നു കണ്ടാൽ, ഒന്ന് കേട്ടാൽ അവനത് ഹൃദയസ്ഥമാക്കിയിരിക്കും. അവൻ്റെ തീരാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ നീന വലഞ്ഞു. ആകാശിന് 5 വയസ്സ് തികഞ്ഞ പിറന്നാൾ ദിവസമാണ് അവൻ നീനയെ പിടിച്ചുലച്ച് ആ ചോദ്യം ചോദിച്ചത്. എനിക്ക് പപ്പ ഇല്ലേ മമ്മി? എൻ്റെ കൂട്ടുകാർക്കൊക്കെ പപ്പ ഉണ്ടല്ലോ. നീന ആദ്യം അലച്ചുപോയി. മോന് പപ്പയുണ്ടല്ലോ. എൻ്റെ പപ്പ എന്തേ മമ്മി? മോൻ്റെ പപ്പ ദൂരെയാണ്, ദൂരെ ദൂരെ. ഒത്തിരിയും? അതെ. പപ്പ ഈ ആകാശക്കൂട്ടനെ കാണാൻ വരില്ലേ മമ്മി? വരും മോനെ, തീർച്ചയായും വരും. അവൾ തേങ്ങലോടെ അവനെ ചേർത്തണച്ചു. പപ്പ എന്നാ വരുന്നത് മമ്മി? ഒരു ദിവസം അവൾ മന്ത്രിച്ചു. അധ്യായം 34. അഡ്വക്കേറ്റ് ശങ്കുണ്ണി നായർക്ക് ആദ്യം വലിയ പ്രതീക്ഷയൊന്നും സണ്ണിയെക്കുറിച്ചില്ലായിരുന്നു. ഒരുമാതിരി പുച്ഛമായിരുന്നുവെന്ന് വേണം പറയാൻ. മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കറസ്പോണ്ടൻസ് കോഴ്സ് മുഖേന LLB പരീക്ഷ പാസ്സായി വന്ന ചെക്കൻ സണ്ണിച്ചനെ തൻ്റെ കീഴിൽ പ്രാക്ടീസിന് അനുവദിച്ചത് തന്നെ മൂഡ് നന്നായിരുന്ന നേരത്താണ്. അതും സണ്ണിച്ചൻ താണുകേണ് അപേക്ഷിച്ചതിന് ശേഷം. ശങ്കുണ്ണി നായരുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് സണ്ണിച്ചൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. അതനുസരിച്ച് മർമ്മത്തിൽ തന്നെ കാലൂന്നിയാണ് സണ്ണിച്ചൻ മുമ്പോട്ട് നീങ്ങിയത്. അയാൾക്ക് തെറ്റുപറ്റിയില്ല. കിട്ടിയ സന്ദർഭങ്ങളിലൊക്കെ ശങ്കുണ്ണി നായരെ നയത്തിൽ സുഖിപ്പിച്ചു നിർത്തുകയും ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശങ്കുണ്ണി നായർ തൻ്റെ അഭിപ്രായം തിരുത്തി. കീഴിൽ കൂടിയവൻ നിസ്സാരനല്ലെന്ന് അയാൾക്ക് തോന്നി. ബുദ്ധിയും നയവും ചാതുരിയും വാഗ്വിലാസവും ഉള്ളവനാണ് അവൻ. നിയമങ്ങൾക്കിടയിൽ ചികഞ്ഞ് ഇല്ലാത്ത സാധ്യതകൾ പുറത്തെടുക്കുന്നു. ആരും സങ്കല്പിക്കാത്ത പോയിന്റുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. രത്നമാണിവൻ, രത്നം. ചെത്തിമിനുക്കി ആകൃതി വരുത്തി തിളക്കം കൂട്ടിയെടുക്കണം. എന്നാൽ തൻ്റെ ശിഷ്യരിൽ എല്ലാ കാലത്തെയും ഏറ്റവും പ്രഗത്ഭൻ ഇവനായിത്തീരും. ശങ്കുണ്ണി നായർ കണക്കുകൂട്ടി. അയാൾ പല കേസുകളും സണ്ണിയെ ഏൽപ്പിച്ചു കൊടുത്തു. സണ്ണിയുടെ കയ്യിൽ അതൊന്നും പാളിപ്പോയില്ല. ശങ്കുണ്ണി നായർ സമയം കിട്ടുമ്പോഴെല്ലാം അയാളെ അടുത്തു വിളിച്ചിരുത്തി തനിക്കറിയാവുന്ന അടവുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. ഒഴിവുദിനങ്ങളിൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പല രഹസ്യ നിർദ്ദേശങ്ങളും നൽകി. ശങ്കുണ്ണി നായർക്ക് തൻ്റെ ശിഷ്യനെക്കുറിച്ച് തികഞ്ഞ അഭിമാനമായിരുന്നു. മകൾ രഞ്ജിനിയോട് അയാൾ കൂടെ പറയും, രത്നമാണിവൻ, രത്നഖനി. അറിയാവോ, എൻ്റെ കാലം കഴിഞ്ഞാൽ അവനായിരിക്കും കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വക്കീൽ. രഞ്ജിനി സുന്ദരിയാണ്, ആരും കൊതിക്കുന്ന അംഗലാവണ്യം. ശങ്കുണ്ണി നായരുടെ ജൂനിയർ വക്കീലന്മാർ പലരും അവളെ മോഹിച്ചതാണ്. അവൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി എടുത്തിട്ട് LLBക്ക് പോകണമെന്നാണ് രഞ്ജിനിയുടെ ആഗ്രഹം. കോളേജിൽ അവളുടെ ഒരു നോട്ടത്തിനും ഒരു പുഞ്ചിരിക്കും ദാഹിച്ചു നടക്കുന്ന കാമുക ഭ്രമരങ്ങൾ ധാരാളമുണ്ട്. രഞ്ജിനിക്കാണെങ്കിൽ താൻ കോളേജ് ബ്യൂട്ടിയാണെന്ന അഹങ്കാരം അല്പം ജാസ്തിയായിരുന്നു താനും. ഒരുത്തിനെയും അവൾ വകവച്ചില്ല. ദിവസേന കിട്ടാറുള്ള പ്രേമലേഖനങ്ങൾ അവൾ നുള്ളിക്കീറിക്കളഞ്ഞു. പ്രേമാഭ്യർത്ഥന നടത്തിയവരെ പരിഹസിച്ചയച്ചു. കാമം തുറിച്ച കണ്ണുകളെ അവൾ പുച്ഛത്തോടെ നോക്കി. എന്നാൽ സണ്ണി തോമസിൻ്റെ വ്യക്തിപ്രഭാവത്തിനു മുൻപിൽ ഒരു ഈയാമ്പാറ്റ കണക്കെ അവൾ വീണുപോയി. പുരുഷത്വത്തിൻ്റെ പ്രതീകമായ ആ ഗൗരവമാർന്ന മുഖം, ഗാംഭീര്യമാർന്ന ശബ്ദം, അളന്നു തൂക്കിയ വാക്കുകൾ, ഇരുത്തം വന്ന ചലനങ്ങൾ. അവളെ ഏറ്റവും അതിശയിപ്പിച്ചത് തൻ്റെ അനുപമമായ അംഗലാവണ്യം സണ്ണിച്ചനൊന്ന് ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്നതാണ്. അയാളുടെ മുൻപിൽ അവൾ പലവട്ടം പോയിട്ടുണ്ട്, പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ മുഖത്തു നോക്കിയ ആ കണ്ണുകളിൽ കാമക്കൊതി കണ്ടില്ല. ചപല വാക്കുകളും അയാളുടെ നാവിൽ നിന്ന് വീണില്ല. വളരെ ശാന്തമായി അയാൾ സംസാരിച്ചു.
യുവാക്കളെ കൊതിപിടിപ്പിക്കുന്ന തൻ്റെ മേനിയിലേക്ക് അയാൾ നോക്കുകകൂടി ചെയ്തില്ല. ഇയാൾ ആര്? യോഗി വരനോ? സന്യാസിയോ? ബ്രഹ്മചാരിയോ? തൻ്റെ സൗന്ദര്യത്തോടുള്ള അവഗണന അവളെ വാശി പിടിപ്പിച്ചു. തൻ്റെ ഒരു കടാക്ഷത്തിനു വേണ്ടി കാമുക ഹൃദയങ്ങൾ കാൽച്ചുവട്ടിൽ കിടന്നു കേഴുമ്പോൾ ഇവിടൊരുത്തൻ തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ഈ തപസ് ഇളക്കാമോ എന്ന് നോക്കട്ടെ. ഒരു ദിവസം രഞ്ജിനി സണ്ണിയോട് ചോദിച്ചു, ഹലോ, താങ്കളൊരു സ്ത്രീ വിരോധിയൊന്നുമല്ലല്ലോ? അല്ല. ആയുഷ്കാല ബ്രഹ്മചര്യ വ്രതം വല്ലതും? ഒന്നുമല്ല. ഇമ്പോർട്ടൻസി? സണ്ണി അവളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തീർത്തു തരാം. രഞ്ജിനിയുടെ മുഖം ചുവന്നു. വടി കൊടുത്ത് അടി വാങ്ങിച്ചതുപോലൊരു തോന്നൽ. അവൾ വേഗം അവിടെ നിന്ന് പോയി കളഞ്ഞു. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോൾ അവൾക്ക് നാണം തോന്നി. അയാളുടെ ലൈംഗിക ശേഷിയിൽ സംശയമുണ്ടെങ്കിൽ തീർത്തു തരാമെന്ന്. സണ്ണിച്ചനാണ് തൻ്റെ ഭാവി ഭർത്താവ്. അവൾ തീരുമാനിച്ചു. അയാളോടൊപ്പമാണ് തൻ്റെ ജീവിതം. അവൾ ആ സങ്കല്പത്തിൽ ജീവിക്കാൻ തുടങ്ങി. അയാളെ ഗാഢമായി പ്രേമിച്ചു. സണ്ണിച്ചനെ തൻ്റെ കൂട്ടുകാരനായി കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമില്ലെന്ന് അവൾക്ക് തോന്നി. ഒരു ദിവസം സണ്ണിച്ചനെ കണ്ടില്ലെങ്കിൽ അവൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി വക്കീൽ ഓഫീസിൽ പോകും. ഡാഡിയോട് ചില സംശയങ്ങൾ ചോദിക്കാനെന്ന വ്യാജേന. സണ്ണിച്ചനെ കൊണ്ട് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ട് തിരിച്ചു വരൂ. എന്നാലേ അവൾക്കൊന്ന് ഉറങ്ങാൻ കഴിയൂ. ഒരു ദിവസം അവൾ സണ്ണിച്ചന് ഒരു പ്രേമലേഖനം കൊടുത്തു. പ്രിയ സണ്ണിച്ച, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാണനെ പോലെ. നമുക്കൊന്നിച്ച് ജീവിക്കാം, മരണം വരെ. അത്രയേ എഴുതിയിരുന്നുള്ളൂ. സണ്ണിച്ചൻ്റെ കയ്യിൽ ആ കുറിപ്പ് കൊടുത്തിട്ട് അവൾ നാണിച്ച് ഓടിക്കളഞ്ഞു. സണ്ണിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ പല ദിവസം കാത്തു. കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു ഭാവഭേദവുമില്ല. സഹികെട്ട് ഒരു നാൾ അവൾ ചോദിച്ചു, ഞാനൊരു കത്ത് തന്നിരുന്നല്ലോ? ഉവ്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. നോൺസെൻസ്. മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെയായി രഞ്ജിനിക്ക്. അവൾ മുറിയിൽ പോയിരുന്ന് കരഞ്ഞു. കരച്ചിലടങ്ങിയപ്പോൾ അവൾ ദൃഢപ്രതിജ്ഞയെടുത്തു. സണ്ണിച്ചനെ ഞാനെൻ്റെ കാൽച്ചുവട്ടിൽ വീഴ്ത്തും. ഒരു അവധി ദിവസം സണ്ണി ശങ്കുണ്ണി നായരെ കാണാൻ വീട്ടിലെത്തി. ശങ്കുണ്ണി നായരും ഭാര്യയും ഇളയ മകനും രാവിലെ ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. വീട്ടിൽ വേലക്കാരും രഞ്ജിനിയും മാത്രമേയുള്ളൂ. രഞ്ജിനി അയാളെ വിസിറ്റിംഗ് റൂമിൽ സ്വീകരിച്ചിരുത്തി ചായ കൊടുത്തു. ചായ കഴിഞ്ഞ് പോകാൻ എഴുന്നേറ്റ സണ്ണിച്ചനോട് അവൾ ചോദിച്ചു, സണ്ണിച്ചൻ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനെന്ത് ക്രൂരത കാണിച്ചു? എന്നോടെന്താ ഇത്ര വിരോധം? എനിക്ക് ഒരു വിരോധവുമില്ല. പിന്നെ എന്നോട് ഇഷ്ടം കാണിക്കാത്തത്? വിടർന്നു വരുന്ന നല്ലൊരു പൂവ് കശക്കിക്കളയേണ്ടെന്ന് വിചാരിച്ചു. സണ്ണിച്ചൻ എന്നോട് സ്നേഹമില്ലേ? സ്നേഹമുള്ളതുകൊണ്ടല്ലേ അടുക്കാത്തത്? എനിക്കെന്താ കുറവ്? ഇഷ്ടം പോലെ പണം, പഠിപ്പ്, ഇതെല്ലാം ഉണ്ടല്ലോ. ഉവ്. സൗന്ദര്യമില്ലേ? ആരെയും കൊതിപ്പിക്കുന്ന സൗന്ദര്യം. രഞ്ജിനിയുടെ ഈ അംഗലാവണ്യം എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അവൾക്ക് സന്തോഷമായി. എനിക്ക് സണ്ണിച്ചനോട് പ്രേമമാണ്. എനിക്കൊരു വിരോധവുമില്ല. സണ്ണിച്ചൻ എന്നെയും പ്രേമിക്കണം. നിർബന്ധമാണെങ്കിൽ തൽക്കാലത്തേക്ക് പ്രേമിക്കാം. അല്ല, മരണം വരെ നമുക്കൊന്നിച്ച് ജീവിക്കണം. സാധ്യമല്ല. അതെന്താ? സണ്ണിച്ചന് എന്നെ വിവാഹം കഴിച്ചാലെന്താ? ഡാഡിയെ ഓർത്താണോ? ഡാഡി ആദ്യം എതിർക്കും. പക്ഷെ ഞാൻ നിർബന്ധിച്ചാൽ എതിര് നിൽക്കില്ല. ഡാഡി നമ്മുടെ വിവാഹം നടത്തിത്തരും. വിവാഹത്തിന് ഞാനില്ല. അതെന്താ സണ്ണിച്ച? എനിക്ക് സ്ത്രീകളിൽ വിശ്വാസമില്ല. വിവാഹത്തിലും വിശ്വാസമില്ല. അതെന്താ? സ്ത്രീകൾ ചതിക്കും, വഞ്ചിക്കും. ആവശ്യം കഴിഞ്ഞാൽ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിയും. ഞാൻ അങ്ങനെയല്ല സണ്ണിച്ച. സത്യമായും ഞാൻ അങ്ങയോട് വിശ്വസ്തത പുലർത്തും, മരണം വരെ. ഇങ്ങനെ ആണയിട്ട് പറഞ്ഞ ഒരുത്തി എന്നെ വഞ്ചിച്ചു. ഇല്ല സണ്ണിച്ച, എന്നെ അങ്ങനെ കരുതില്ലേ പ്ലീസ്. എനിക്കെല്ലാവരെയും അങ്ങനെ കരുതാനേ കഴിയൂ. സണ്ണിച്ച, എനിക്കെൻ്റെ സണ്ണിച്ചനെ വേണം. എനിക്ക് വേണം. അവൾ അവനെ ആലിംഗനം ചെയ്ത് നെഞ്ചിൽ മുഖം അർപ്പിച്ചുകൊണ്ട് കെഞ്ചി. വേണ്ട രഞ്ജിനി, നിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്താൻ എനിക്ക് തോന്നുന്നില്ല. കന്യകയായി വിവാഹമണ്ഡപത്തിൽ കാൽ വയ്ക്കണമെങ്കിൽ നീ പിന്തിരിഞ്ഞു പോവുക. സണ്ണി തീർത്തു പറഞ്ഞപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അവൾ കരഞ്ഞതും കെഞ്ചി അപേക്ഷിച്ചതുമൊന്നും ഫലിച്ചില്ല. അവസാന കൈക്ക് രഞ്ജിനി ശങ്കുണ്ണി നായരെ സമീപിച്ചു. ഡാഡി. എന്താ മോളെ? എന്നെ വഴക്ക് പറയരുത്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. എന്തായാലും പറഞ്ഞോ. ഞാൻ സണ്ണിച്ചനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. മോളെ, അവൻ്റെ ജാതി, മതം, കുടുംബ മഹിമ അതെല്ലാം നോക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോയി. മോളെ. ശങ്കുണ്ണി നായരുടെ മുഖം മുറുകി. ഏതാനും നിമിഷം അയാൾ ആലോചിച്ചിരുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ സണ്ണിച്ചൻ സമ്മതിക്കുന്നില്ല ഡാഡി. സണ്ണിച്ചന് ഈ ജീവിതത്തിൽ വിവാഹമേ വേണ്ടെന്ന്. ഓഹോ, മോൾ വിഷമിക്കേണ്ട. ഞാനൊന്ന് അവനോട് സംസാരിക്കട്ടെ.
മകളുടെ കണ്ണീര് കണ്ട് മനമലിഞ്ഞ ശങ്കുണ്ണി നായർ മകളുടെ വക്കാലത്തുമായി സണ്ണിച്ചനെ സമീപിച്ചു. സണ്ണി, നീ എൻ്റെ പ്രിയ ശിഷ്യനാണ്. നിന്നെ ഞാൻ വലിയവനാക്കി പലതും പഠിപ്പിച്ചു. ഇപ്പോൾ ഞാനൊരു ഗുരുദക്ഷിണ നിന്നോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് സർ? നീ എൻ്റെ മകളെ കണ്ണീര് കുടിപ്പിക്കരുത്. അവൾ സകലതും എന്നോട് പറഞ്ഞു. നീ അവളെ വിവാഹം കഴിക്കണം. ഈ ഗുരുദക്ഷിണ ഞാൻ തരില്ല സർ. മറ്റെന്തും ചെയ്യാം. ഒരു സ്ത്രീയെ ജീവിത സഖിയാക്കുന്നതൊഴിച്ച് എന്തും. വിവാഹത്തെ ഞാൻ വെറുക്കുന്നു. ഭാര്യയെ അതിനേക്കാൾ വെറുക്കുന്നു. സണ്ണി, എൻ്റെ മകളുടെ ഭാവി മറ്റേതെങ്കിലും ചെറുപ്പക്കാരൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് സുരക്ഷിതമാക്കാം. ഞാൻ മൂലം രഞ്ജിനിക്ക് ഒരു കേടും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നീ രഞ്ജിനിയെ വിവാഹം ചെയ്യില്ലേ? ശങ്കുണ്ണി നായരുടെ മുഖമിരുണ്ടു. ഇല്ല സർ, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ അവളെ വിവാഹം ചെയ്യുകയില്ലെന്ന് അവളെന്നെ പ്രേമിക്കുന്നതായി അറിഞ്ഞപ്പോൾ തന്നെ അവളോട് പറഞ്ഞിരുന്നു. സ്ത്രീകളിൽ എനിക്ക് വിശ്വാസമില്ല. അവൾ ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ലടോ. തന്നേക്കാൾ മികച്ചൊരു ചെറുപ്പക്കാരനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അതാണ് എൻ്റെയും ആഗ്രഹം. ശങ്കുണ്ണി നായർ ഇറങ്ങിപ്പോയി. 1 മാസത്തിനുള്ളിൽ രഞ്ജിനിയുടെ വിവാഹം നടന്നു. ഒരു IAS ഓഫീസറുമായി. വിവാഹത്തിന് സണ്ണിക്കും കിട്ടി ക്ഷണക്കത്ത്. സണ്ണി വിവാഹത്തിൽ സംബന്ധിക്കുകയും രഞ്ജിനിക്കായി ഒരു പ്രസൻറ്റേഷൻ നൽകുകയും ചെയ്തു. ആ ബന്ധം അവിടെ അവസാനിച്ചു. ശങ്കുണ്ണി നായർ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായതോടെ ബാറിലെ ലീഡിംഗ് അഡ്വക്കേറ്റ് സണ്ണി തോമസായി തീർന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് അയാൾ കഴിവുറ്റവനെന്ന് കേൾവി കൊണ്ടു. പല പ്രമാദമായ കേസുകളും സണ്ണി തോമസിൻ്റെ വാദം കൊണ്ട് മാത്രം ജയിച്ചു. സെഷൻസ് കോടതികളിൽ നിന്നും അപ്പീൽ വരുന്ന കൊലക്കേസുകൾ പലതും സണ്ണിയുടെ കഴിവുകൊണ്ട് മാത്രം വെറുതെ വിടപ്പെട്ടു. സെഷൻസ് ജഡ്ജിമാരുടെ തൂക്കുമരം വിധികളും ജീവപര്യന്തം വിധികളും സണ്ണിച്ചൻ കാറ്റിൽ പറത്തി. സണ്ണി തോമസാണ് കേസ് വാദിക്കുന്നതെന്നറിഞ്ഞാൽ എതിർകക്ഷികൾക്ക് പിന്നെ ആശയ്ക്ക് വകയില്ല. തോറ്റതു തന്നെ. പേരിനും പ്രശസ്തിക്കും പുറമേ സണ്ണിച്ചൻ്റെ മുന്നിൽ പണവും കുന്നുകൂടി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. സണ്ണിച്ചൻ എറണാകുളത്ത് സ്വന്തമായി ഒരു വീട് പണിയിച്ചു. റോയിമോൻ്റെ വിവാഹം ആർഭാടമായി നടത്തി. ഇനി ലാലിമോളുടെ വിവാഹം കൂടി നടത്തണം. അത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എല്ലാം തീർന്നു. വത്സമ്മ ഇപ്പോൾ മധ്യവയസ്കയായി തീർന്നിരിക്കുന്നു. അവരുടെ മുഖത്ത് ചുളിവുകൾ വീണു. മുടി നരച്ചു. വത്സമ്മ കൂടെ കൂടെ സണ്ണിച്ചനെ ഉപദേശിക്കും. മോനെ സണ്ണിച്ച, നീയും ഒരു കല്യാണം കഴിക്കുക. അതല്ലേടാ ജീവിതം. ചേച്ചി എന്നെ നിർബന്ധിക്കരുത്. ഞാനൊരു വിവാഹം കഴിച്ചവനാ. അതുകൊണ്ട് തൃപ്തിയായി. എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് വത്സമ്മയ്ക്കറിയാം. സണ്ണിക്കും പ്രായമേറി വരികയാണ്. കഷൻ്റെ നെറ്റിയുടെ ഇരുവശത്തു കൂടിയും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ചെവിക്ക് ഇരുപുറവുമുള്ള മുടിയിഴകൾക്കിടയിൽ വെള്ളിവര വീണു തുടങ്ങി. കാലം കടന്നു പോവുകയാണ്. അധ്യായം 35. നീനയും അവളുടെ ഓമനപുത്രൻ ആകാശും സന്തോഷകരമായ ജീവിതം നയിച്ചു പോരുകയായിരുന്നു. ആകാശ് സ്കൂളിൽ പോകുന്നുണ്ട്. ആദ്യം താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും അവർക്ക് മാറി താമസിക്കേണ്ടി വന്നു. അവർക്ക് താമസിക്കാൻ ഒറ്റയ്ക്കൊരു വീട് കിട്ടി. റോഡരികിലാണ് വീട്. നീനയ്ക്ക് ഓഫീസിൽ പോകാനും ആകാശിന് സ്കൂളിൽ പോകാനും സൗകര്യം. രണ്ടുപേരും രാവിലെ ഉണരും. 9 മണിക്ക് മുൻപ് ആഹാരം ഉണ്ടാക്കി കഴിച്ച് പൊതിയും കെട്ടി വീടും പൂട്ടി അവർ ഇറങ്ങും. ആകാശിനെ സ്കൂളിലെത്തിച്ചിട്ട് നീന ഓഫീസിൽ പോകും. വൈകുന്നേരം ഓഫീസ് വിട്ട് വരുമ്പോൾ സ്കൂളിൽ ചെന്ന് ആകാശിനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. 2 മുറിയും അടുക്കളയും മാത്രമുള്ള കൊച്ചു വീടാണത്. വാടകയും തുച്ഛം. കോൺവെൻറ്റിലെ മദറാണ് അത് ഏർപ്പാടാക്കി കൊടുത്തത്. മദർ ഇടയ്ക്കിടെ ആകാശ് കുട്ടനെ കാണാൻ ആ വീട്ടിൽ വരാറുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നീനയെക്കുറിച്ച് പല അപവാദങ്ങളും അന്നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരുന്നു. പിഴച്ചുപെറ്റ പെണ്ണായിട്ടാണ് ആളുകൾ അവളെ കണ്ടത്. അവൾ മോശപ്പെട്ട സ്വഭാവക്കാരിയാണെന്നും അവർ പറഞ്ഞു പരത്തി. ആരും കൊതിക്കുന്ന അഴകുള്ള ശരീരമായിരുന്നു അപ്പോഴും അവളുടേത്. വടിവൊത്ത മേനി, അസുലഭ ലാവണ്യം. പലരും അവളെ കൊതിച്ചു. പലരും നോട്ടമിട്ടു. അവളെ 1 മണിക്കൂർ നേരത്തേക്ക് കിട്ടുമെങ്കിൽ 1000കണക്കിന് രൂപ വാരിയെറിയാനായി പല പണച്ചാക്കുകളും രംഗപ്രവേശം നടത്തി. അവളെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. വീട്ടുടമയുടെ മകൻ ആൻ്റപ്പനായിരുന്നു പ്രധാന ശല്യക്കാരൻ. തടിച്ചുകൊഴുത്ത ഒരു ചെറുപ്പക്കാരൻ. അവനാണ് വാടക പിരിക്കാൻ വരിക. വാടക പിരിക്കാൻ മാത്രമല്ല, വേറെയും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവു ദിവസങ്ങളിലെല്ലാം വരും. ഒന്നുകിൽ കിണറ്റിൽ വെള്ളമുണ്ടോ എന്ന് നോക്കാൻ, അല്ലെങ്കിൽ വീടിൻ്റെ ചുമരുകൾ ആണിയടിച്ച് വികൃതമാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ, അതുമല്ലെങ്കിൽ അവിടുത്തെ താമസത്തിന് എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടോ എന്നാരായാൻ. നീനയ്ക്ക് ആൻ്റപ്പനെ കാണുന്നത് തന്നെ അലർജിയാണ്. ഒരു വിടൻ്റെ സകല ലക്ഷണങ്ങളുമുണ്ട് അവന്. വീട്ടിൽ വന്നാൽ നീനയെ ചുറ്റിപ്പറ്റി നിൽക്കും. അശ്ലീല ചുവയുള്ള വളിപ്പുകൾ പറയും.
അവളുടെ മാറിലും ഉദരത്തിലും തുറച്ചു നോക്കും. നീന അവനെ വെറുത്തു. വീട്ടുടമയുടെ മകനായതുകൊണ്ട് സഹിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് നീന തീരുമാനിച്ചു. ആൻ്റപ്പൻ്റെ ശല്യം മാത്രമല്ല കാരണം. ചില ദിവസങ്ങളിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യവും ഉണ്ടാവും. മദ്യപാനികളായ ചില ചെറുപ്പക്കാർ വീടിന് മുൻപിലുള്ള റോഡിൽ വന്നു നിന്ന് അശ്ലീലം വിളിച്ചു പറയും. ചിലർ കതകിൽ മുട്ടിവിളിക്കും. വേറെ ചിലർക്ക് അവളുടെ ഒരു രാത്രിയുടെ റേറ്റ് എത്രയാണെന്നറിയണം. ചിലപ്പോൾ കേൾക്കാൻ അറയ്ക്കുന്ന അസഭ്യപദങ്ങളുടെ പൂരം. നീന മോനെയും കെട്ടിപ്പിടിച്ച് അനങ്ങാതെ കിടക്കും. ഇതിനെല്ലാം പുറമെയാണ് ആൻ്റപ്പൻ്റെ ശല്യം. ഒരു ദിവസം ആൻ്റപ്പൻ അടുക്കളയിൽ കടന്നുവന്ന് അവളുടെ കൈക്ക് കയറി പിടിച്ചു. നീന കൈ വലിച്ച് അവൻ്റെ ചെകിട്ടത്തൊന്നു പൊട്ടിച്ചു. നിന്നെ ഞാൻ കാണിച്ചു തരാമടി. ഭീഷണിപ്പെടുത്തിയിട്ട് ആൻ്റപ്പൻ പോയി. അന്ന് സന്ധ്യയ്ക്ക് അയാൾ വീണ്ടും വന്നു. കൂടെ വേറെയും 2 പേരുണ്ടായിരുന്നു. നീന ആകാശിനെ കുളിപ്പിച്ച് പാടി ഉറക്കുകയായിരുന്നു. ആൻ്റപ്പൻ കിടക്കറയിലേക്ക് കടന്നുവന്ന് നീനയെ കയറി പിടിച്ചു. നീന അയാളെ കുതിരിച്ച് രക്ഷപ്പെടാൻ നോക്കി. അത് ഫലിച്ചില്ല. 2 പേരും തമ്മിൽ മൽപ്പിടുത്തമായി. ഞെട്ടിയുണർന്നു കരഞ്ഞ ആകാശിൻ്റെ വായ് പൊത്താൻ കൂട്ടുകാർ സഹായിച്ചു. നീനയ്ക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ആൻ്റപ്പൻ അവളെ കട്ടിലിലേക്ക് മറിച്ചിട്ടു. കട്ടിലിൽ കിടന്ന് ഉരുട്ടുപിടുത്തമായി. മൽപ്പിടുത്തത്തിനിടയിലാണ് മേശപ്പുറത്തിരുന്ന കത്രിക നീന കണ്ടത്. അവൾ അത് കടന്നെടുത്തു. നീനയുടെ വസ്ത്രങ്ങൾ അഴിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആൻ്റപ്പൻ. നീന പെട്ടെന്ന് കത്രിക കൊണ്ട് ആൻ്റപ്പനെ ആഞ്ഞുകുത്തി. സുബോധമില്ലാത്തവളെപ്പോലെ അവൾ വീണ്ടും വീണ്ടും അവൻ്റെ നെഞ്ചിൽ കത്രിക കുത്തിയിറക്കി. അവളുടെ ദേഹത്തേക്ക് ചോര ചീറ്റിത്തെറിച്ചു. ആൻ്റപ്പൻ അവളിൽ നിന്ന് പിടിവിട്ട് ഒരലർച്ചയോടെ പിന്നിലേക്ക് മറിഞ്ഞു. അയാളുടെ ശരീരം ചോരയിൽ കിടന്നിഴഞ്ഞു. ഒടുവിൽ അയാളുടെ ചലനം നിലച്ചു. ആൻ്റപ്പൻ മരിച്ചെന്ന് കണ്ടപ്പോൾ അയാളുടെ കൂട്ടുകാർ ഇറങ്ങിയോടി. നീന ചോര പുരണ്ട കത്രികയും കയ്യിൽ പിടിച്ച് സ്തബ്ധയായി നിന്നു. എന്താണ് സംഭവിച്ചത്? ആൻ്റപ്പൻ മരിച്ചുവോ? താനാണോ അയാളെ കൊന്നത്? അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മാനം രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ, മകനെ രക്ഷിക്കാനുള്ള ആവേശത്തിൽ ചെയ്തുപോയി. നീന കത്രിക താഴെയിട്ടിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ആകാശിനെ വാരിയെടുത്തു. അവൻ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. അമ്മ കരയുന്നത് കണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. നീന അവനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഓടി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് അത്താഴം കഴിക്കാൻ ഒരുമ്പിടുകയായിരുന്നു കോൺവെൻറ്റിലെ കന്യാസ്ത്രീകൾ. അപ്പോഴാണ് മണിയൊച്ച. സന്ദർശകരാരോ വന്നിരിക്കുന്നു. ഒരു സിസ്റ്റർ കിളിവാതിലൂടെ നോക്കി. രാത്രിയിൽ സന്ദർശകർ പാടുള്ളതല്ല. നീന നിൽക്കുന്നത് കണ്ട് സിസ്റ്റർ വാതിൽ തുറന്നു. അപ്പോഴാണ് ശരിക്കു കണ്ടത്. അവൾ ചോരയിൽ കുളിച്ചു നിൽക്കുകയാണ്. ഏങ്ങലടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. ആകാശം കരയുന്നു. എന്തുപറ്റി നീനെ? എന്താണിത്? സിസ്റ്റർ അന്താളിച്ചു. എനിക്ക് മദറിനെ കാണണം, ഉടനെ കാണണം. നീന കണ്ണീരോടെ പുലമ്പി. സിസ്റ്റർ വേഗം ചെന്ന് മദറിനെ വിളിച്ചുകൊണ്ടുവന്നു. എന്താ നീനെ ഈ രാത്രിയിൽ? നിനക്കെന്തു പറ്റി? നിന്റെ സാരി നിറച്ച് ചോരയാണല്ലോ. നിന്റെ കയ്യിലും ചോരയുണ്ടല്ലോ. ഞാൻ ഒരാളെ കൊന്നു. നീന പൊട്ടിക്കരഞ്ഞു. മദർ നടുങ്ങി. നീ കൊന്നുവെന്നോ? ചുമ്മാ മണ്ടത്തരം പറയാതെ. സത്യമാണ് മദർ, ഞാൻ കൊന്നു. നീന കരഞ്ഞുകൊണ്ട് സംഭവം മുഴുവൻ വിശദീകരിച്ചു. മദർ വല്ലാതെ പരിഭ്രമിച്ചു പോയി. നീ വലിയ കടുങ്കൈയാണല്ലോ ചെയ്തത്. ഒരാളെ കൊന്നിട്ട് നീ എന്തിന് ഇങ്ങോട്ട് ഓടി വന്നു? നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകേണ്ടിയിരുന്നത്? മദർ, അതെ, ഇത് കൊലപാതകികൾക്ക് അഭയം കൊടുക്കുന്ന സ്ഥലമല്ല. മദർ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഇൻസ്പെക്ടറാണോ? ഞാൻ കോൺവെൻറ്റിൽ നിന്നും വിളിക്കുകയാണ്. അതെ, മദർ സുപ്പീരിയർ. ഇവിടെ അടുത്തൊരു കൊലപാതകം നടന്നു. കൊല നടത്തിയ ആൾ ഇവിടെ നിൽപ്പുണ്ട്. അതെ, കോൺവെൻറ്റിൽ. നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ശരി, വെക്കട്ടെ. അന്താളിച്ച് നിൽക്കുന്ന നീനയെ മദർ നോക്കി. പോലീസ് ഇപ്പോൾ വരും, അതാണ് നന്ന്. മദർ, എൻ്റെ മോൻ. നീന പൊട്ടിക്കരഞ്ഞു. അതോർത്ത് നീ വിഷമിക്കേണ്ട. നിന്റെ മകൻ ഞങ്ങളോടൊപ്പം സുഖമായിരിക്കും. നീ നോക്കുന്നതിനേക്കാൾ ഭംഗിയായി ഞങ്ങൾ അവനെ നോക്കും. അവൻ ബോർഡിങ്ങിൽ താമസിക്കട്ടെ. അവന് അമ്മയില്ലാതായി അല്ലേ മദർ? നീ അങ്ങനെയൊന്നും കാട് കയറി ചിന്തിക്കേണ്ട. പോലീസ് വന്ന് ഇന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നാളെ കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ഞങ്ങൾ നിന്നെ ജാമ്യത്തിലിറക്കാൻ വേണ്ടുന്നതെല്ലാം ചെയ്യും. പിന്നെ കേസ് വിധി ഉണ്ടാകുന്നതുവരെ നിനക്ക് ആകാശിനോടൊപ്പം കഴിയാം. എന്നെ കോടതി ശിക്ഷിച്ചാൽ? ഒരു കോടതിക്കും നിന്നെ ശിക്ഷിക്കാൻ ഒക്കുകയില്ല. നീ നിന്റെ മാനവും പ്രാണനും രക്ഷിക്കാൻ വേണ്ടിയല്ലേ കൊലയാളിയായത്? മാത്രമല്ല, അയാൾ നീ താമസിക്കുന്നിടത്ത് കടന്നാക്രമിക്കുകയായിരുന്നു. നീ സ്വയരക്ഷയെ കരുതിയാണ് ഈ കടുങ്കൈ ചെയ്തത്. ഏതു കോടതിയും നിന്നെ വെറുതെ വിടുകയുള്ളൂ. സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ പോലീസ് എത്തി. ഇൻസ്പെക്ടർ മദറിൻ്റെ ഒരകന്ന ബന്ധു കൂടിയായിരുന്നു.
മദർ തന്നെ ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നീനയെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്നും ചട്ടം കെട്ടി. പോലീസ് നീനയെ അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി. മകനെ കൈവിടേണ്ടി വന്നപ്പോൾ നീന പൊട്ടിക്കരഞ്ഞു. മദർ അവളെ ആശ്വസിപ്പിച്ചു. നീ ഒന്നുകൊണ്ടും വ്യസനിക്കേണ്ട, ആകാശിന് ഞങ്ങളുണ്ട്. നിന്നെ പോലീസ് ഉപദ്രവിക്കുകയൊന്നുമില്ല. എല്ലാം ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പോലീസ് ജീപ്പ് പാഞ്ഞകന്നു. ചിണങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന ആകാശിനെയും കൊണ്ട് മദർ മഠത്തിനുള്ളിലേക്ക് പോയി. പോലീസ് അന്ന് രാത്രിയിൽ തന്നെ നീനയെക്കൊണ്ട് സംഭവസ്ഥലത്ത് ചെന്നു. അവിടെ വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. പോലീസിനെ കണ്ടതോടെ അവർ പല കൂട്ടങ്ങളായി ചിതറിമാറി. പോലീസ് വീടിനുള്ളിൽ കയറി ആൻ്റപ്പൻ്റെ മൃതദേഹം പരിശോധിച്ചു. അയാൾ മരിച്ചു കഴിഞ്ഞുവെന്ന് ഉറപ്പാക്കി. നീനയെയും പോലീസ് വിളിച്ചിറക്കി. എങ്ങനെയാണ് സംഭവം നടന്നതെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. നീന കരഞ്ഞുകൊണ്ട് സംഭവിച്ചത് അതേപടി വിവരിച്ചു പറഞ്ഞു. പോലീസിൻ്റെ നടപടികൾ ഇതിനിടയിൽ പൂർത്തിയായി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. നീനയെ പോലീസ് വനിതാ പോലീസിന് കൈമാറി. തെളിവെടുപ്പുകൾ പൂർത്തിയായ ശേഷം നീനയെ 3-ാം ദിവസം പോലീസ് കോടതിയിൽ ഹാജരാക്കി. 7 ദിവസത്തേക്ക് കോടതി അവളെ റിമാൻഡ് ചെയ്തു. 8-ാം ദിവസം കോൺവെൻറ്റിൽ നിന്നും മദർ അയച്ച ഒരാൾ നീനയെ കൊണ്ടുപോകാനെത്തി. ഒരിടവക പ്രമാണിയായിരുന്നു അയാൾ. അയാൾ നീനയെ ജാമ്യത്തിലിറക്കി കൊണ്ടുപോയി കോൺവെൻറ്റിലെത്തിച്ചു. നീനയ്ക്ക് എല്ലാം സ്വപ്നം പോലെയാണ് തോന്നിയത്. പോലീസിൻ്റെ മര്യാദപൂർണമായ പെരുമാറ്റം, താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്ന് ജാമ്യത്തിലിറക്കിയത്, എല്ലാം അവിശ്വസനീയം. ഈശ്വരൻ്റെ കൈകൾ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. കോൺവെൻറ്റ് പടിക്കൽ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ നീന അപരിചിതനായ ആ മനുഷ്യനോട് പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. വേണ്ട, എന്നോടല്ല, മദറിനോട് നന്ദി പറയുക. ദൈവത്തോടും. ഞാനൊരു കരുമാത്രം. എന്നോട് നിർദ്ദേശിച്ചു, ഞാനതനുസരിച്ചു. പിന്നീടൊരിക്കലും നീന അയാളെ കണ്ടിട്ടില്ല. ആകാശിനെ കാണാതെ നീന വിഷമിക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവൾ കരഞ്ഞുപോയി. അവനെ വാരിയെടുത്ത് അവൾ ഉമ്മ വെച്ചു. ആകാശം കരയുകയായിരുന്നു, സന്തോഷം അടക്കാനാവാതെ. മദർ നീനയോട് പറഞ്ഞു, നിനക്ക് ഇനി പുതിയൊരു താമസ സ്ഥലം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. സാരമില്ല. മദർ തന്നെ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ടൗണിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ നീനയെ താമസിപ്പിച്ചു. അവിടെയാകുമ്പോൾ നീനയ്ക്ക് പൂർണ്ണ സുരക്ഷിതത്വമുണ്ട്. ഒരു കൊലപ്പുള്ളിയാണെന്ന് ആരും അറിയില്ല എന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുജനങ്ങളുടെ പ്രതികാര നടപടികളും ഭയപ്പെടേണ്ട. കോടതിയിൽ പോയി വരാനും ഓഫീസിൽ പോയി വരാനും എല്ലാം സൗകര്യം. മോനെ എന്തു ചെയ്യും? അവനിവിടുത്തെ ബോർഡിങ്ങിൽ തുടരട്ടെ. നിനക്ക് ഇടയ്ക്കിടെ വന്ന് കാണാമല്ലോ. അതാണ് എന്തുകൊണ്ടും നല്ലത്. ആകാശിനെ പിരിഞ്ഞു താമസിക്കാൻ നീനയ്ക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. ഗത്യന്തരമില്ലാതെ അവൾക്കത് വേണ്ടി വന്നു. ഇടയ്ക്കിടെ അവൾ കോൺവെൻറ്റിലെത്തി അവനെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് കേസിൻ്റെ വിചാരണ ആരംഭിച്ചു. നീന ആകാശിൻ്റെ ഭാവിക്ക് വേണ്ടി കുറേശ്ശെ മിച്ചം വെച്ച് സമാഹരിച്ച തുക കേസ് നടത്തിപ്പിനു വേണ്ടി ചെലവാക്കേണ്ടി വന്നു. സമർത്ഥനായ വക്കീലിനെ തന്നെയാണ് നീനയ്ക്ക് കിട്ടിയത്. കുറ്റം സമ്മതിക്കുകയാണ് നല്ലതെന്ന് അയാൾ പറഞ്ഞു. സുരക്ഷയ്ക്ക് വേണ്ടി ശ്രമിച്ചു എന്ന പിൻബലമുണ്ട്. മാത്രമല്ല, വീട്ടിൽ കയറി ആക്രമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. നീനയുടെ കിടക്കറയിലാണ് ആൻ്റപ്പൻ മരിച്ചു കിടന്നത്. തെളിവുകളെല്ലാം നീനയ്ക്ക് അനുകൂലമാണ്. നീന കോടതിയിൽ കുറ്റം സമ്മതിച്ചു. തൻ്റെ മാനവും ജീവനും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ആൻ്റപ്പൻ കത്രിക കൊണ്ടുള്ള കുത്തേറ്റ് മരിച്ചതെന്ന് നീന വിശദീകരിച്ചു. കേസ് വിസ്താരം തുടങ്ങിയപ്പോൾ വാദിഭാഗം വക്കീൽ നീനയെയും അവളുടെ വക്കീലിനെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞു. നീന ഒരു വേശ്യയാണെന്നായിരുന്നു വാദിഭാഗം വക്കീലിൻ്റെ ആരോപണം. പല ചെറുപ്പക്കാരുമായി അവിഹിത ബന്ധങ്ങളുള്ള സ്ത്രീ. ഉടൻ നീനയുടെ വക്കീൽ ഒബ്ജക്ഷനുമായി എഴുന്നേറ്റു. കോടതി അതനുവദിച്ചില്ല. വാദിഭാഗം വക്കീൽ വാദം തുടർന്നു. യുവർ ഓണർ, എൻ്റെ ആരോപണം തികച്ചും ന്യായയുക്തവും വസ്തുനിഷ്ഠവുമാണ്. അനേകം ചെറുപ്പക്കാരുമായി അവിഹിത ബന്ധം പുലർത്തുന്നവളാണ് പ്രതിയായ നീനയെന്ന സ്ത്രീ. കൊല നടന്ന അന്നേ ദിവസം കൊല്ലപ്പെട്ട ആൻ്റപ്പൻ വീട്ടുവാടക ചോദിക്കാനായി പ്രതി താമസിക്കുന്ന വീട്ടിൽ ചെല്ലുകയും പ്രതി അയാളെ പ്രലോഭിപ്പിച്ച് കിടക്കറയിലേക്ക് ക്ഷണിച്ചു കയറ്റുകയും പ്രതിയുടെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന ആൻ്റപ്പനുമായി വാക്കേറ്റമുണ്ടാവുകയും അതിനിടയിൽ കുത്തിക്കൊല്ലുകയുമാണ് ഉണ്ടായത്. വീട് അതിക്രമിച്ചു കയറി മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ കൊല നടത്തി എന്ന പ്രതിഭാഗം വക്കീലിൻ്റെ വാദത്തിൽ ഒരു കഴമ്പുമില്ല. കൊല്ലപ്പെട്ട ആൻ്റപ്പൻ്റെ സ്വന്തം വീടാണത്. ആ നിലയ്ക്ക് അതിക്രമിച്ചു കയറി എന്ന വാദം വിലപ്പോവുന്നതല്ല. മാത്രമല്ല, ആൻ്റപ്പനെ ഇതിനു മുൻപും ആ വീട്ടിൽ വെച്ച് പലരും കണ്ടിട്ടുണ്ട്. പ്രതി അബദ്ധസഞ്ചാരിണിയാണെന്നതിൻ്റെ തെളിവാണ് പ്രതിക്ക് പിഴച്ചുണ്ടായ മകൻ.
അവനെ ബോർഡിങ്ങിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരെന്ന് പ്രതിക്ക് പോലും അറിയില്ല എന്നതാണ് വാസ്തവമെന്നിരിക്കെ പ്രതി അബദ്ധസഞ്ചാരിണിയല്ലെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണിത്. ഞാൻ പിഴച്ച് പ്രസവിച്ചതല്ല, നീന അലമുറയിട്ടെന്ന പോലെ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി പ്രതിയുടെ ഭർത്താവിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഞാൻ വെളിപ്പെടുത്തുകയാണ്. സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ വിഹരിക്കുന്ന സമുന്നതനായ ഒരു വ്യക്തിയാണ് പ്രതിയെ വിവാഹം കഴിച്ചത്. എന്നാൽ വിവാഹ ദിവസം രാത്രി തന്നെ പ്രതി ഗർഭിണിയാണെന്ന് മനസ്സിലാക്കിയ അയാൾ പ്രതിയെ ഉപേക്ഷിക്കുകയും കോടതിയിൽ വെച്ച് അത് തെളിയിച്ച് വിവാഹമോചനം നേടുകയും ചെയ്തതാണ്. ആവശ്യമെങ്കിൽ അതിൻ്റെ റെക്കോർഡുകൾ മുഴുവൻ ഞാൻ കോടതി മുമ്പാകെ വയ്ക്കുവാൻ തയ്യാറാണ്. ഞാനീ പറഞ്ഞതെല്ലാം പ്രതി നിഷേധിക്കുന്നുവെങ്കിൽ മാത്രം. വക്കീൽ നിർത്തിയിട്ട് നീനയെ നോക്കി. പിറ്റേ ദിവസം വിധി പ്രഖ്യാപനം വന്നു. പ്രതി സുചരിതയല്ലെന്നും പ്രതിക്ക് പലരുമായി അനാശാസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും അത് തുടർന്നു വരികയാണെന്നും വാദിഭാഗത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, പ്രതി കൊല്ലപ്പെട്ട ആൻ്റപ്പനെ കിടപ്പറയിൽ വിളിച്ചു കയറ്റി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്നും അത് കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകമാണെന്നും സംശയാതീതമായി തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിട്ടുള്ളതിനാലും IPC 304 IPC 302 വകുപ്പനുസരിച്ച് കൊലക്കുറ്റത്തിനുള്ള ഏറ്റവും വലിയ ശിക്ഷയായ മരണശിക്ഷ തന്നെ പ്രതിക്ക് നൽകാൻ ഈ കോടതി വിധിക്കുന്നു. പിന്നെയും എന്തൊക്കെയോ വാചകങ്ങൾ. വിധി വായന നീണ്ടുപോയി. നീനയുടെ കണ്ണിൽ ഇരുട്ടായിരുന്നു. പിന്നെ ഒന്നും അവൾ കേട്ടില്ല. പ്രതിക്ക് വല്ലതും പറയാനുണ്ടോ എന്ന് കോടതി ആവർത്തിച്ചു ചോദിച്ചപ്പോൾ അവൾ പൊട്ടിക്കരയുക മാത്രം ചെയ്തു. പോലീസ് അവളെ പ്രതിക്കൂട്ടിൽ നിന്ന് താങ്ങിയിറക്കി. വാതിൽക്കൽ മദർ കാത്തു നിന്നിരുന്നു. നീന വാതിൽക്കൽ വന്നു. മദറിനെ നോക്കി അവൾ വിങ്ങിപ്പൊട്ടി. എൻ്റെ കുഞ്ഞ്, എൻ്റെ കുഞ്ഞ്, നീ ധൈര്യമായിരിക്കും മോളെ. ആകാശ് എൻ്റെ കൂടെ സുരക്ഷിതനായിരിക്കും. അവന് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവുകയില്ല. അത് മതി. ഇനി ഞാൻ മരിച്ചോളാം. മരണത്തിൻ്റെ കാര്യം നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. കോടതിയുടെ അന്തിമ വിധിയല്ലതാനും. ഇനിയും കോടതികളുണ്ട്, ദൈവമുണ്ട്. പോലീസുകാർ അവളെ തള്ളി നീക്കിക്കൊണ്ടുപോയി. ആകാശ് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അധ്യായം 36. മദർ ആകാശിനെയും കൊണ്ട് കോൺവെൻറ്റിലേക്ക് മടങ്ങി. മദർ കോൺവെൻറ്റിൽ ചെന്ന് മറ്റ് സിസ്റ്റേഴ്സിനോടുകൂടി ആലോചിച്ചു. നീനയെ സഹായിക്കാൻ നമ്മളല്ലാതെ ആരുമില്ല. അവൾക്കു വേണ്ടി നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ പോയാലോ? പണച്ചെലവല്ലേ? ഒരു സിസ്റ്റർ പറഞ്ഞു. പണത്തിനേക്കാൾ വലുതല്ലേ ജീവകാരുണ്യ പ്രവർത്തനം? നമ്മൾ അതിനുവേണ്ടിയുള്ളവരല്ലേ? ഒടുവിൽ ഇടവക വികാരിയുമായി ആലോചിച്ചു. അപ്പീൽ പോകണമെന്ന് തന്നെയാണ് വികാരി അച്ഛനും പറഞ്ഞത്. ആദ്യം നല്ലൊരു വക്കീലിനെ കാണുകയാണ് വേണ്ടത്. സമർത്ഥനായിരിക്കണം. ഹൈക്കോടതിയിൽ നിലവിലുള്ള ഏറ്റവും പ്രഗത്ഭനായ വക്കീൽ അഡ്വക്കേറ്റ് സണ്ണി തോമസ് ആണെന്ന് അച്ഛൻ്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലായി. അഡ്വക്കേറ്റ് സണ്ണി തോമസിനെ ചെന്ന് കണ്ട് കേസ് അയാളെ ഏൽപ്പിക്കുന്നതാണ് നന്ന്. ഫീസ് അല്പം കൂടുതലായിരിക്കും. മദർ സണ്ണി തോമസിനെ ചെന്ന് കാണാമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് ഒരു ദിവസം ആകാശിനെയും കൂട്ടി മദർ എറണാകുളത്തെത്തി. സണ്ണി തോമസിൻ്റെ ഓഫീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. സണ്ണി അപ്പോൾ ഓഫീസിലുണ്ടായിരുന്നില്ല. കോടതിയിൽ നിന്നും വരുന്നതുവരെ കാത്തിരിക്കാൻ ഗുമസ്തൻ ആവശ്യപ്പെട്ടു. സണ്ണി വന്നപ്പോൾ ഉച്ചസമയം കഴിഞ്ഞു. ഒരു കന്യാസ്ത്രീയെ കണ്ട് അയാൾ ആശ്ചര്യപ്പെട്ടു. സിസ്റ്റർ എന്നെ കാണാൻ വന്നതാണോ? അയാൾ ചോദിച്ചു. അതെ. കന്യാസ്ത്രീകളാരും ഇന്നുവരെ എൻ്റെ കക്ഷികളായി വന്നിട്ടില്ല. അവർക്കിടയിലും ക്രിമിനൽ കുറ്റങ്ങളുണ്ടോ? എല്ലാവരും മനുഷ്യരല്ലേ സണ്ണി തോമസ്. ദേഹത്തിടുന്ന ഉടുപ്പുകൾക്കേ വ്യത്യാസമുള്ളൂ. സിസ്റ്റർ എവിടെ നിന്ന് വരുന്നു? മദർ സ്ഥലപ്പേര് പറഞ്ഞു. മഠത്തിലെ മദർ സുപ്പീരിയറാണ് ഞാൻ. ഞാൻ കൊലപാതക കേസ് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. ഇതും ഒരു കൊലപാതക കേസാണ്. എനിക്ക് ഫീസ് കൂടുതലാണ്. കക്ഷിയുടെ സാമ്പത്തികാവസ്ഥ കൂടി കണക്കിലെടുക്കണമെന്ന് ഒരു ചെറിയ അപേക്ഷയുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല മദർ. പണം എന്താണെന്ന് എനിക്ക് ശരിക്കറിയാം. പണമില്ലാത്തതിൻ്റെ പേരിൽ പലതും നഷ്ടപ്പെട്ടവനാണ് ഞാൻ. മിസ്റ്റർ സണ്ണി തോമസ്, ഇക്കാര്യത്തിൽ നിങ്ങൾ അല്പം ഔദാര്യം കാണിച്ചേ പറ്റൂ. ഒരു നിരപരാധിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിക്കുന്നത് നിസ്സാര കാര്യമല്ല. അതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തിയില്ലല്ലോ. വാസ്തവത്തിൽ എനിക്ക് വേണ്ടിയോ മഠത്തിലുള്ള മറ്റേതെങ്കിലും കന്യാസ്ത്രീക്ക് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ആരോരുമില്ലാത്ത ഒരമ്മയ്ക്ക് വേണ്ടിയാണ്. ഈ കുട്ടിക്ക് വേണ്ടിയാണ്. അപ്പോഴാണ് സണ്ണി ആകാശിനെ ശ്രദ്ധിച്ചത്. ഓമനത്തമുള്ള കുട്ടി, വിഷാദം തുളുമ്പുന്ന കണ്ണുകൾ. ആ മുഖം എവിടെയോ പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി. ആ കണ്ണുകളും നോട്ടവും എല്ലാം പണ്ടെന്നോ കണ്ടിട്ടുള്ളതുപോലെ. ഞങ്ങൾ സിസ്റ്റേഴ്സും ഇടവക വികാരിയും കൂടി പണം പിരിച്ചെടുത്താണ് ഈ കേസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു കടപ്പാടും ഉണ്ടായിട്ടല്ല.
കേവലം ജീവകാരുണ്യ പ്രവർത്തനം മാത്രം. നിങ്ങൾ അതിനുള്ളതാണല്ലോ. അതേസമയം ഞങ്ങൾ വക്കീലന്മാർ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടിരുന്നാൽ ഓഫീസ് പൂട്ടിപ്പോവുകയുള്ളൂ. കേസ് വാദിക്കണമെങ്കിൽ പണം കിട്ടണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ കൈ കഴുകാവുന്ന കേസാണിത്. ഇവിടെ വന്ന് നിങ്ങളെ കാണേണ്ട ആവശ്യം പോലും എനിക്കില്ല. പക്ഷേ മനുഷ്യത്വം എന്നൊന്നുണ്ടല്ലോ. ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതിൻ്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയാൻ ആർക്ക് സാധിക്കും? സണ്ണി വീണ്ടും ആകാശനെ നോക്കി. ഈ മുഖം എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇവൻ്റെ അമ്മയുടെ കേസ് എന്താണെന്ന് ഒന്ന് ചുരുക്കി പറയോ? ഇവൻ്റെ അമ്മയും ഇവനും ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ഒരു ദിവസം വീട്ടുടമയുടെ മകനും വേറെ 2 പേരും വീട്ടിൽ കയറി വന്ന് ഇവൻ്റെ അമ്മയെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. മൽപ്പിടുത്തത്തിനിടയിൽ കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് അവൾ വീട്ടുടമയുടെ മകനെ കുത്തി. അവൻ മരിച്ചുപോയി. സെഷൻസ് കോടതി അവളെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. അവൾക്ക് ബന്ധുക്കളാരുമില്ല. ആകെയുള്ളത് ഈ കുട്ടി മാത്രം. അതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് വേണ്ടി അപ്പീൽ പോകാമെന്ന് തീരുമാനിച്ചത്. കോടതി വിധി എന്നായിരുന്നു? 3 ദിവസം മുൻപ്. നിങ്ങൾ പറയുന്ന സ്ത്രീ ജോലിക്കാരിയാണോ? അതെ, ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് നീന ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നീനയോ? അതെ, അവളുടെ പേരതാണ്. മുഴുവൻ പേര് പറയൂ. നീന മേനോൻ. പണ്ട് വലിയ പണക്കാരിയായിരുന്നു. ഒരു കോടീശ്വരൻ്റെ മകൾ. കോടീശ്വരൻ്റെ മകൾ? അതെ. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാകാം അല്ലേ? ഒരു കോടീശ്വരൻ്റെ മകൾ വക്കീൽ ഫീസിൻ്റെ കാര്യത്തിൽ പോലും ഇളവിനു വേണ്ടി യാചിക്കേണ്ടി വരുന്നല്ലോ എന്ന്. അത്രയും ഗതികെട്ട നിലയിലായിപ്പോയി അവൾ. കോടീശ്വരൻ്റെ പേര് പറഞ്ഞില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. മാധവ് മേനോൻ വലിയ വ്യവസായിയായിരുന്നു. കമ്പനികളുടെയും ഫാക്ടറികളുടെയും ഉടമ. അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലേ? അതറിഞ്ഞുകൂടാ. നീന വീട് വിട്ടിറങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. മാധവ് മേനോൻ്റെ കമ്പനികൾ പൂട്ടിയതും സ്വത്തുക്കൾ നശിച്ചതും കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലായതും പത്രത്തിലൂടെ അറിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ക്രൂരമായ ഒരാനന്ദം സണ്ണിയുടെ മനസ്സിലുണർന്നു. ആ പാവം സ്ത്രീക്ക് വേണ്ടി ഞാൻ യാചിക്കുകയാണ്. അവളെ രക്ഷപ്പെടുത്തണം, ഈ പിഞ്ചുകുട്ടിയെയും. സണ്ണി തോമസ് കേൾക്കുന്നുണ്ടായിരുന്നു. മാധവ് മേനോനെ, നീനയെ, അന്നത്തെ സംഭവങ്ങൾ. നീനയെ പ്രാണനെ പോലെ സ്നേഹിച്ചത്, അവളോടൊപ്പം കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ, അവളെ സ്വന്തമാക്കാനുള്ള ശ്രമത്തിനിടയിൽ അവൻ അനുഭവിച്ച ദുരന്തങ്ങൾ, കോടതിയിൽ വെച്ച് അവൾ തന്നെ തള്ളിപ്പറഞ്ഞത്, ആ കൊടുംചതി. വർഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ കാൽച്ചുവട്ടിൽ വന്നു വീണു കിടക്കുന്നു. ദയയ്ക്കു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി. വേണമെങ്കിൽ കാലുയർത്തി ചവിട്ടാം, അല്ലെങ്കിൽ കൈ കൊടുത്തുയർത്താം. ഇത് എൻ്റെ നിമിഷങ്ങളാണ്, പ്രതികാരത്തിൻ്റെ നിമിഷങ്ങൾ. ഇതിനു വേണ്ടിയല്ലേ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്നത്, വർഷങ്ങളോളം തപം ചെയ്തത്. ആ നിമിഷം സമാഗതമായിരിക്കുന്നു. എന്നെ ചതിച്ചവൾ, എൻ്റെ ശത്രു, എൻ്റെ കാൽച്ചുവട്ടിൽ. സണ്ണി തോമസ് മറുപടിയൊന്നും പറഞ്ഞില്ല. മദർ ആകാംക്ഷയോടെ സണ്ണിയെ നോക്കി. ഇല്ല, ഞാൻ ഈ കേസ് ഏറ്റെടുത്ത് നടത്തുകയില്ല. സണ്ണി ദൃഢസ്വരത്തിൽ പറഞ്ഞു. ശരി, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഫീസ് തരാം. ഇരട്ടി ഫീസ് തന്നാലും ഞാൻ ഈ കേസ് നടത്തുകയില്ല. സണ്ണി തോമസ്, മദർ അമ്പരന്ന് വിളിച്ചു. എന്ന് മാത്രമല്ല മദർ, ഏതെങ്കിലും വക്കീൽ ഈ കേസ് ഏറ്റെടുത്ത് നടത്തിയാൽ ഞാൻ വാദിഭാഗം കേസ് നീന മേനോനെതിരായി വാദിക്കുകയും ചെയ്യും. തീർച്ച. മദർ അന്താളിച്ചു പോയി. രാത്രി. ക്ലോക്കിൽ മണി 12 അടിച്ചു. സണ്ണി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. വല്ലാത്തൊരസ്വസ്ഥത. അവസാനം വിധി നീനയെ തൻ്റെ കാൽച്ചുവട്ടിലെത്തിച്ചിരിക്കുന്നു. ആരോരുമില്ലാത്തവളായിട്ട്, അഗതിയായിട്ട്, അശരണയായിട്ട്. വിധി പറയുകയാണ്, നിന്നെ ചതിച്ചവളാണവൾ. നിനക്ക് പ്രതികാരം ചെയ്യാൻ ഏറ്റവും നല്ല അവസരം വന്നിരിക്കുന്നു. അവൾ നിസ്സഹായയാണ്. നിനക്കവളെ ഒരു പുഴുവിനെപ്പോലെ ചവിട്ടിയരയ്ക്കാം. അവളെ കൊലമരത്തിലേക്ക് അയക്കാം. വിധി അവളെ നിനക്ക് പന്തുരുട്ടി കളിക്കാനായി നിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, അയാൾ തന്നെത്താൻ പറഞ്ഞു. ഞാൻ അവളോട് പ്രതികാരം ചെയ്യും. മഠത്തിൽ തിരിച്ചെത്തിയ ശേഷവും മദറിന് അമ്പരപ്പ് മാറിയില്ല. നീനയുടെ കേസ് വാദിക്കുകയില്ലെന്ന് സണ്ണി തോമസ് തീർത്തു പറഞ്ഞിരിക്കുന്നു. എന്നു മാത്രമല്ല, നീനയ്ക്കെതിരായി കേസ് ഫ്രീയായി വാദിക്കുമെന്നും പറയുന്നു. നീന ഇരട്ടിത്തുക പ്രതിഫലം കൊടുത്താലും അവൾക്കു വേണ്ടി വാദിക്കുകയില്ലത്രേ. മദറിന് അതൊരു കടങ്കഥ പോലെ തോന്നി. സണ്ണി തോമസ് നിയമലോകം മുഴുവൻ ആദരിക്കുന്ന അതിസമർത്ഥനായ ഒരു അഡ്വക്കേറ്റാണ്. പക്ഷേ അയാൾക്ക് ഇത്തരം ചില ദുശാഠ്യങ്ങളുണ്ടെന്ന് ഇന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ അയാളെ കണ്ട സമയം മോശമായിരുന്നിരിക്കാം. അയാളുടെ മൂഡ് ശരിയല്ലാത്ത നേരത്തായിരിക്കാം താൻ അവിടെ ചെന്നത്. എന്തായാലും അഡ്വക്കേറ്റ് സണ്ണി തോമസിനെ ഒരിക്കൽ കൂടി കാണണമെന്ന് മദർ ചിന്തിച്ചു. അയാൾ നീനയ്ക്കു വേണ്ടി കേസ് വാദിച്ചില്ലെങ്കിലും വേണ്ടില്ല, നീനയ്ക്കെതിരെ കേസ് വാദിക്കരുതെന്ന് അപേക്ഷിക്കണം.
സണ്ണി തോമസ് വാദിക്കുന്ന കേസ് ഒരിക്കലും തോൽക്കാറില്ല. ആ സ്ഥിതിക്ക് അയാൾ നീനയ്ക്കെതിരെ കേസ് വാദിച്ചാൽ നീനയ്ക്ക് പിന്നെ രക്ഷ കിട്ടുകയില്ല. സണ്ണി തോമസിനെ വീട്ടിൽ ചെന്ന് കാണാനായിരുന്നു മദറിൻ്റെ തീരുമാനം. സണ്ണി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വത്സമ്മ ബഹുമാനത്തോടെ സ്വീകരിച്ചിരുത്തി. തമ്മിൽ പരിചയപ്പെട്ട ശേഷം വത്സമ്മ ആഗമന ഉദ്ദേശം ആരാഞ്ഞു. ഒരു കേസിൻ്റെ കാര്യത്തിന് വന്നതാണ്. മദർ പറഞ്ഞു. ഈ കുട്ടി ഏതാ? ഒരു പാവം സ്ത്രീയുടെ മകനാ. വത്സമ്മ ആകാശിനെ നോക്കി. സണ്ണിച്ചൻ കുഞ്ഞായിരുന്നപ്പോഴത്തെ അതേ ഛായ. കണ്ണുകൾക്ക് മാത്രം മാറ്റമുണ്ട്. എങ്കിലും പരിചയമുള്ള കണ്ണുകൾ തന്നെ. എനിക്ക് ഇവൻ്റെ മുഖം കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നല്ലോ, വത്സമ്മ പറഞ്ഞു. പരിചയം കാണാൻ വഴിയില്ല. ഇവനുണ്ടായ ശേഷം നീന ഞങ്ങളുടെ നാട് വിട്ട് എവിടേക്കും പോയിട്ടില്ല. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഈ കുട്ടിക്കും ഇവൻ്റെ പാവപ്പെട്ട അമ്മയ്ക്കും വേണ്ടി സണ്ണി തോമസിനോട് ഒരു ശുപാർശ ചെയ്യാമോ? കേസ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുകയുമില്ല. കഷ്ടമായല്ലോ. കഴിയുമെങ്കിൽ ഒരു ഉപകാരം ചെയ്യൂ. ഇവൻ്റെ അമ്മയ്ക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് അപേക്ഷിക്കാൻ ഞാനൊരു ദിവസം വക്കീൽ ഓഫീസിൽ ചെന്നിരുന്നു. പക്ഷേ സണ്ണി തോമസ് ഇവൻ്റെ അമ്മയ്ക്കെതിരെ കേസ് വാദിക്കാൻ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. നീനയും പാവം കുട്ടിയും എന്തു പിഴച്ചു? വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ നിങ്ങൾ വക്കീലിനോട് പറ. നീനയെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കരുതെന്ന്. നീന? ആരാണീ നീന? ഇവൻ്റെ അമ്മ. നീന മേനോൻ? എന്താ അറിയുമോ? മാധവ മേനോൻ്റെ മകൾ. അതെ. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എനിക്കറിയാം അവളെ. അവൾക്ക് വേണ്ടി എൻ്റെ ആങ്ങള കേസ് വാദിക്കുകയില്ല. മാത്രമല്ല അവൾക്കെതിരെ കേസ് വാദിക്കരുതെന്ന് ഞാൻ അവനോട് പറയുകയുമില്ല. എന്തുകൊണ്ട്? അവളൊരു ദുഷ്ടയായതുകൊണ്ട്. നീന ദുഷ്ടയാണെന്നോ? കഴിഞ്ഞ എത്രയോ വർഷമായി ഞങ്ങൾക്കവളെ പരിചയമുണ്ട്. അവളെപ്പോലെ നിർഭാഗ്യവതിയായ നിഷ്കളങ്കയായ ഒരു പെണ്ണിനെ ഞങ്ങൾ മുൻപ് കണ്ടിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് അവൾ ഞങ്ങളുടെ ആരുമല്ലാതിരുന്നിട്ടും പല എതിർപ്പുകളെയും അവഗണിച്ച് അവളെ സഹായിക്കാൻ ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. മദറിന് അവളെ ശരിക്കറിയാഞ്ഞിട്ടാണ്. വഞ്ചകിയാണവൾ. ആരെയും ചതിക്കാൻ മടിയില്ലാത്തവൾ. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? എങ്ങനെ അറിയാമെന്നോ? വത്സമ്മ ആവേശഭരിതയായി. പെട്ടെന്ന് സണ്ണിയുടെ കാർ പോർച്ചിൽ വന്നു നിന്നു. സണ്ണി അതിൽ നിന്നിറങ്ങി മുറിയിലേക്ക് വന്നു. മദറിനെയും ആകാശിനെയും കണ്ട് അയാളുടെ മുഖം ഇരുണ്ടു. നിങ്ങൾ വീണ്ടും വന്നോ? വരേണ്ടി വന്നു സണ്ണി തോമസ്, മദർ പറഞ്ഞു. എന്തിന്? ഒരു ഗുണവുമില്ല. ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ്. അതിന് കടുകിട മാറ്റമില്ല. നീനയ്ക്ക് വേണ്ടി നിങ്ങൾ കേസ് വാദിക്കില്ലെന്ന തീരുമാനം മാറ്റണ്ട. അവളെ ഉപദ്രവിക്കാതിരുന്നുകൂടെ? അവളെ കൊലമരത്തിൽ കയറ്റിയിട്ടേ ഞാൻ അടങ്ങൂ. എനിക്കത് കാണണം. നിങ്ങൾക്ക് അവളോട് എന്താണിത്ര വൈരാഗ്യം? മദറിനറിയാമോ അവൾ ആരാണെന്ന്? വത്സമ്മ പറയാൻ ഭാവിച്ചപ്പോൾ സണ്ണി തടഞ്ഞു. വേണ്ട ചേച്ചി, ഇവരോടെന്തിനു പറയുന്നു? എനിക്കറിയാം സണ്ണി തോമസ് അവൾ ആരാണെന്ന്. നിങ്ങൾ പറയുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അങ്കിൾ, എൻ്റെ മമ്മിയെ രക്ഷിക്കങ്കിൾ. ആകാശ് അയാളുടെ കയ്യിൽ പിടിച്ചു കരഞ്ഞു. കരുണയുടെ ഒരു വേലിയേറ്റം സണ്ണിയുടെ ഹൃദയത്തിലുണ്ടായി. എന്തായാലും നീനയുടെ കുട്ടിയല്ലേ? താനൊരിക്കൽ പ്രാണനെപ്പോലെ സ്നേഹിച്ചിരുന്ന നീനയുടെ കുട്ടി. അങ്കിൾ, എൻ്റെ മമ്മിയെ അവർ കൊല്ലും. പാവം മമ്മിയെ അങ്കിൾ. മമ്മിയെ രക്ഷിക്കങ്കിൾ. എനിക്ക് മമ്മിയല്ലാതെ വേറെ ആരുമില്ല. അവൻ തേങ്ങിക്കരഞ്ഞു. നിങ്ങൾ ആ കുട്ടിയുടെ ദുഃഖം കണക്കിലെടുത്തിട്ടെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ കാണിക്ക്, മദർ കെഞ്ചി. സണ്ണി സമ്മതഭാവത്തിൽ സോഫയിലിരുന്നു. മദർ പറഞ്ഞു തുടങ്ങി. അങ്ങേയറ്റം തെറ്റിദ്ധരിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്ത സ്ത്രീയാണ് ഇവൻ്റെ അമ്മ. അവൾ വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. അയാളുടെ പേര് സണ്ണിയെന്നോ സന്തോഷെന്നോ മറ്റോ ആയിരുന്നു. അവൾ വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കഥയാണ്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ആ ചെറുപ്പക്കാരനുമായി അവൾ രജിസ്റ്റർ മാരേജ് നടത്തി. ഏതോ സുഖവാസ സ്ഥലത്ത് പോയി ഒരാഴ്ച ഒന്നിച്ച് താമസിക്കുകയും ചെയ്തു. എന്നാൽ നീനയുടെ വീട്ടുകാർ അവരെ തമ്മിൽ വേർപെടുത്തി. നീനയ്ക്ക് തൻ്റെ ഭർത്താവിനെ കോടതിയിൽ വെച്ച് തള്ളിപ്പറയേണ്ടി വന്നു. നീനയുടെ അച്ഛൻ മാധവ് മേനോനാണ് അവളെ അതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. കോടതിയിൽ വെച്ച് തള്ളിപ്പറഞ്ഞാൽ അയാളുടെ കൂടെ ജീവിക്കാൻ അനുവദിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ക്രൂരനായ അച്ഛൻ മകളെ ചതിക്കുകയായിരുന്നു. നീനയുടെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാനെന്ന് പറഞ്ഞു പോയ അയാൾ തിരിച്ചെത്തി നീനയെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. നീനയുടെ ഭർത്താവ് അയാളെ ചീത്ത വിളിച്ചെന്നും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും നീനയെ കണ്ടാൽ ആ നിമിഷം തട്ടിക്കളയുമെന്നുമൊക്കെ പറഞ്ഞുവത്രേ. ഇതറിഞ്ഞ് വിഷമിച്ച നീന അയാളെ കാണാൻ പോകാൻ തയ്യാറായി.
പക്ഷേ മാധവ് മേനോൻ സമ്മതിച്ചില്ല. സംശയം തോന്നിയ നീന അവളുടെ കൂട്ടുകാരിയെ ഫോണിൽ വിളിച്ചു. സത്യാവസ്ഥ അന്വേഷിക്കാൻ പറഞ്ഞു. ഇതറിഞ്ഞ മാധവ് മേനോൻ നീനയുടെ കൂട്ടുകാരിയെ ഭീഷണിപ്പെടുത്തി. നീനയുടെ ഭർത്താവ് പുനർവിവാഹം ചെയ്യുകയാണെന്ന് നീനയെ അറിയിക്കാൻ നിർബന്ധിച്ചു. കൃത്രിമമായി ഒരു വിവാഹ ക്ഷണക്കത്തും അച്ചടിച്ച് കൂട്ടുകാരിയുടെ കൈവശം മകൾക്ക് കൊടുത്തയച്ചു. തൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചുവെന്നറിഞ്ഞ് നീന മാനസികമായി തകർന്നു. ആ സന്ദർഭം മുതലെടുത്തുകൊണ്ട് മാധവ് മേനോൻ നീനയ്ക്ക് വേറൊരു വിവാഹം ആലോചിച്ചുറപ്പിച്ചു. പക്ഷേ വിവാഹനാളിൽ തന്നെ നീനയുടെ പുതിയ ഭർത്താവ് നീന മുൻ ഭർത്താവിൽ നിന്ന് ഗർഭിണിയാണെന്ന സത്യം മനസ്സിലാക്കി. അന്ന് തന്നെ അവളെ ഉപേക്ഷിക്കുകയും പിന്നീട് വിവാഹമോചനം നേടുകയും ചെയ്തു. നീനയുടെ ഗർഭം അലസിപ്പിക്കാനായിരുന്നു മാധവ് മേനോൻ്റെ അടുത്ത ശ്രമം. പക്ഷേ നീന സമ്മതിച്ചില്ല. ഒരു ദിവസം നീന തൻ്റെ ആദ്യ ഭർത്താവ് താമസിച്ചിരുന്ന സ്ഥലത്തു പോയി. അപ്പോഴാണ് അവൾ അറിയുന്നത് ആ പാവപ്പെട്ട കുടുംബം വീട് വിറ്റ് മറ്റേതോ നാട്ടിലേക്ക് പോയെന്നും കോടതിയിൽ വെച്ച് താൻ ആ മനുഷ്യനെ തള്ളിപ്പറഞ്ഞ നിമിഷം മുതൽ തൻ്റെ അച്ഛൻ തന്നെ ചതിക്കുകയായിരുന്നെന്നും. നീനയ്ക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് അവൾ വീട് വിട്ടിറങ്ങി. ലക്ഷ്യമില്ലാത്ത യാത്രക്കിടയിൽ അവളെ ഒരു തീവണ്ടിയിൽ വെച്ചാണ് ഞാൻ ആദ്യം കണ്ടത്. അവളോട് അലിവ് തോന്നി ഞാൻ അവളെ കോൺവെൻറ്റിൽ കൂട്ടിക്കൊണ്ടുപോയി ഒരു ചെറിയ ജോലി തരപ്പെടുത്തി കൊടുത്തു. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അതിനുശേഷം അവൾക്കൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി കിട്ടി. മകനെയും കൂട്ടി അവൾ ഒരു വാടക വീട്ടിലേക്ക് താമസവും മാറ്റി. കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഇതാണ് നീനയുടെ കഥ. ഇനി നിങ്ങൾ തന്നെ പറയുക. അവൾ വഞ്ചകിയാണോ, ദുഷ്ടയാണോ, ചതിക്കുന്നവളാണോ? ആദ്യം അവൾ സ്നേഹിച്ചിരുന്ന ആ ചെറുപ്പക്കാരനാണ് ഇന്നും അവളുടെ മനസ്സിലുള്ളത്. അറിയാതെയാണെങ്കിലും ആ മനുഷ്യനെ തള്ളിപ്പറയുകയും വേദനിപ്പിക്കുകയും ചെയ്തല്ലോ എന്ന കുറ്റബോധമാണ് ഇന്നും അവളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ മനുഷ്യനെ എന്നെങ്കിലും ഒരിക്കൽ കാണണം. അറിയാതെ ചെയ്ത തെറ്റിന് അയാളുടെ കാല് പിടിച്ച് മാപ്പിനു വേണ്ടി കെഞ്ചിക്കരയണം. അയാളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ അയാളെ ഏൽപ്പിക്കണം. അതിനുവേണ്ടിയാണവൾ ജീവിക്കുന്നത്. മദർ കിതപ്പോടെ പറഞ്ഞു നിർത്തി. വത്സമ്മയും സണ്ണിയും അന്തം വിട്ടിരിക്കുകയായിരുന്നു. അവർ പരസ്പരം നോക്കി. സത്യമാണോ മദർ ഈ പറഞ്ഞതെല്ലാം? സണ്ണി അത്ഭുതത്തോടെ ചോദിച്ചു. ഞാനെന്തിന് നിങ്ങളോട് കള്ളം പറയണം? എനിക്കതുകൊണ്ട് എന്ത് ലാഭം? നിങ്ങൾ എന്തുകൊണ്ടോ നീനയെ വെറുക്കുന്നുവെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സത്യാവസ്ഥകൾ തുറന്നു പറഞ്ഞുവെന്ന് മാത്രം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. സണ്ണി മദറിൻ്റെ മുൻപിൽ കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന പിഞ്ചു മുഖത്തേക്ക് ഉറ്റുനോക്കി. എൻ്റെ മകൻ, നീന പ്രസവിച്ചു വളർത്തിയ എൻ്റെ കുഞ്ഞ്, എൻ്റെ രക്തം. അയാൾ അവൻ്റെ കൊച്ചു കയ്യിൽ പിടിച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അയാളുടെ വിരലുകൾ വിറകൊണ്ടു. കണ്ണുകൾ നിറഞ്ഞു. മദർ അയാളെ അത്ഭുതത്തോടെ നോക്കി. അയാൾ വിറയാർന്ന സ്വരത്തിൽ മന്ത്രിച്ചു. മദർ, ആ മനുഷ്യൻ ഞാനാണ്. നീന അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അവൾ ഒരിക്കൽ സ്നേഹിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്ത മനുഷ്യൻ. അവൾ പ്രസവിച്ചു വളർത്തിയ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ സണ്ണി തോമസ്. അത് ഞാനാണ് മദർ, ഞാൻ. മദർ അത് കേട്ട് സ്തബ്ധയായി നിന്നു. കാർ അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. മദറും വത്സമ്മയും പിൻസീറ്റിലിരിക്കുകയാണ്. സണ്ണിയും ആകാശും മുൻസീറ്റിൽ. ഡ്രൈവറോട് ഇടയ്ക്കിടെ അക്ഷമ്മയുടെ സണ്ണി പറയുന്നുണ്ട്, വേഗം വേഗം. കാർ ചീറിപ്പായുകയാണ്. ആകാശ് സണ്ണിയുടെ മടിയിൽ ഒതുങ്ങിയിരുന്നു, ചിറകിനടിയിൽ എന്ന പോലെ. ഇടയ്ക്കിടെ അവൻ മുഖമുയർത്തി അയാളെ നോക്കി. അപ്പോഴൊക്കെ അവൻ രോമാഞ്ചത്തോടെ ഓർത്തു, എൻ്റെ പപ്പയാണിത്, എൻ്റെ പപ്പ, എൻ്റെ മാത്രം പപ്പ. നിനക്ക് അപ്പനില്ലേ എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ അവനെ ഇനി തല ഉയർത്തി നിൽക്കാം, അഭിമാനത്തോടെ കാട്ടിക്കൊടുക്കാം. അഡ്വക്കേറ്റ് സണ്ണി തോമസാണ് അവൻ്റെ പപ്പ. ഇത്രകാലം അവന് പപ്പയില്ലായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ചൊന്നുമല്ല അപമാനം സഹിക്കേണ്ടി വന്നത്. ഇനി അവന് അഭിമാനം മാത്രമേ ഉള്ളൂ. അവൻ കൂടെ കൂടെ നോക്കുമ്പോൾ സണ്ണി അവനെ കുറെ കൂടി തന്നോട് ചേർത്തമർത്തും. അതെ, ഞാൻ നിൻ്റെ പപ്പയാണ്, നിൻ്റെ പപ്പ. അയാൾ മന്ത്രിക്കും. തൻ്റെ പപ്പ ഒട്ടും മോശക്കാരനല്ലെന്ന് ആകാശിന് മനസ്സിലായി. തൻ്റെ പപ്പയ്ക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, കാണാനും നല്ല രസം. ഗൗരവം നിറഞ്ഞ വെളുത്തു തുടുത്ത മുഖവും കട്ടിയുള്ള മേൽമീശയും. കുറെ കൂടി ആകാശിന് അയാൾ ആരാധ്യ പുരുഷനായി. മദർ വത്സമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതെന്ന് കണ്ടോ മോളെ. രണ്ടുപേരെയും വേർപെടുത്താൻ മനുഷ്യൻ എത്രമാത്രം ശ്രമിച്ചു. നിയമവും കോടതിയും ശ്രമിച്ചു. അവരെ ഒന്നിപ്പിക്കാൻ എനിക്കൊരു ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞില്ലേ? അഭിമാനം തോന്നുന്നു. ചെറിയ പങ്കോ? ഏറ്റവും വലിയ പങ്ക് മദറിൻ്റേതാണ്. നീനയെ ട്രെയിനിൽ വെച്ച് കണ്ടുമുട്ടി മഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സംരക്ഷിച്ചതു മുതൽ
നീനയെ ഞങ്ങൾക്ക് കാട്ടിത്തരുന്നതുവരെ, വത്സമ്മ പറഞ്ഞു. ഉച്ചതിരിഞ്ഞപ്പോൾ അവർ സബ് ജയിലിലെത്തി. നീനയെ കാണാൻ അനുവാദം വാങ്ങി. ജയിൽ പുള്ളി കാണാൻ ചെന്നിരിക്കേണ്ട സ്ഥലത്ത് അവർ എത്തി. സണ്ണിയുടെ ഹൃദയം തുള്ളി തുടിച്ചുകൊണ്ടിരുന്നു. മേലാകെ ഒരു വിറയൽ, കൈകാലുകൾ തളർന്നു പോകുന്നത് പോലെ. നീനയെ കാണാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം, നീണ്ടുനിന്ന പീഡനങ്ങൾക്ക് ശേഷം നീനയെ, എൻ്റെ മകൻ്റെ അമ്മയെ. എത്ര വർഷങ്ങൾ, എന്തെല്ലാം അനുഭവങ്ങൾ. നീന തടവറയുടെ ചുമരം താങ്ങിയിരിക്കുകയായിരുന്നു. തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട്, മകൻ്റെ വിധിയോർത്ത് ആശങ്കപ്പെട്ടുകൊണ്ട്. തൻ്റെ ജീവിതം തീർന്നുവെന്ന് അവൾ വിചാരിച്ചു. തന്നെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ പോയാൽ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറിച്ചു കിട്ടിയേക്കും. എന്നാൽ എന്തു ഗുണം? 14 വർഷം തടവറയ്ക്കുള്ളിൽ, അതും ആകാശിനെക്കുറിച്ചോർത്ത് നീറി വളർന്നു കഴിയുമ്പോൾ ജയിൽ പുള്ളിയായ, കൊലപാതകിയായ അമ്മ അവന് അപമാനമായിരിക്കും, ഭാരമായിരിക്കും. തന്നെ അവൻ വെറുക്കും. വേണ്ട, മരണശിക്ഷ തന്നെ മതി. തൻ്റെ മകൻ തന്നെ വെറുക്കുന്നത് സഹിക്കാൻ കഴിയില്ല. മദറിനെ കാണുമ്പോൾ പറയണം, അപ്പീലിന് പോകേണ്ടെന്ന്. എന്തിനിങ്ങനെ ജീവിക്കുന്നു? ഞാൻ മരിച്ചാൽ എൻ്റെ മകന് അപ്പോഴത്തെ ദുഃഖം മാത്രമേയുള്ളൂ. എന്നാൽ തടവറയിൽ വർഷങ്ങളായി കഴിയുന്ന അമ്മ അവൻ്റെ നിത്യദുഃഖമായിരിക്കും. ഈശ്വര, എന്തൊക്കെ ആശിച്ചതാണ്! എന്തെല്ലാം കഷ്ടതകൾ അനുഭവിച്ചു! സണ്ണിച്ചനെ സ്നേഹിച്ചതിൻ്റെ ശിക്ഷ ആണോ? സണ്ണിച്ചനെ ചതിച്ചതിൻ്റെ ശിക്ഷയല്ലേ? പക്ഷേ ഒരിക്കലും താൻ സണ്ണിച്ചനെ വെറുത്തിട്ടില്ല. അന്നും ഇന്നും സ്നേഹം മാത്രമേയുള്ളൂ. സണ്ണിച്ചൻ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? സണ്ണിച്ചനെ ഒരിക്കൽ കണ്ടുമുട്ടുമെന്നും ആകാശിനെ ആ കൈകളിൽ ഏൽപ്പിക്കണമെന്നുമായിരുന്നു ആശ. ഇനി അത് നടക്കില്ല, ഒരിക്കലും. അവൾ കണ്ണീർ തുടച്ചു. പെട്ടെന്ന് വാർഡൻ അവളുടെ സെല്ലിൻ്റെ മുൻപിലെത്തി. നീനയെ കാണാൻ ആരോ എത്തിയിരിക്കുന്നു. വാർഡൻ സെൽ തുറന്നു. നീനയെയും കൂട്ടിക്കൊണ്ട് നീണ്ട ഇടനാഴിയിലൂടെ നടന്നു. മദറായിരിക്കും, നീന വിചാരിച്ചു. ആകാശം കൂടെ കാണും. അവനെ ഒന്ന് കാണാമല്ലോ, കമ്പിയഴിക്കിപ്പുറത്ത് നിന്നുകൊണ്ടെങ്കിലും. നീന ആദ്യം മദറിനെ കണ്ടു, പിന്നെ ആകാശിനെ. വേറെ 2 പേർ കൂടിയുണ്ട്. ചെരിഞ്ഞു നിൽക്കുന്നതിനാൽ ശരിക്ക് കണ്ടുകൂടാ. നീനെ, നിനക്ക് എങ്ങനെയുണ്ട്? വിഷമം വല്ലതുമുണ്ടോ? മദർ ചോദിച്ചു. ഇല്ല. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. അയാളാണ് ഹൈക്കോടതിയിൽ നിന്റെ കേസ് വാദിക്കാൻ പോകുന്നത്. അഡ്വക്കേറ്റ് സണ്ണി തോമസ്. സണ്ണി തോമസ്? നീന ആശ്ചര്യപ്പെട്ടു. സണ്ണി അവളുടെ നേർക്ക് തിരിഞ്ഞു. അയാളെ കണ്ടതും നീന സ്തബ്ധയായി. സണ്ണി തോമസ്, സണ്ണിച്ചൻ. എത്ര വർഷം കഴിഞ്ഞാലും എവിടെ കണ്ടാലും ഞാനീ മുഖം തിരിച്ചറിയും. എൻ്റെ പുരുഷൻ്റെ മുഖമല്ലേ ഇത്? എൻ്റെ മകൻ്റെ അച്ഛൻ്റെ മുഖമല്ലേ ഇത്? നീനയ്ക്ക് താനിപ്പോൾ തളർന്നു വീഴുമെന്ന് തോന്നി. അവൾ കമ്പിയഴികളിൽ മുറുകെ പിടിച്ചു. കൈകാലുകൾ കുഴഞ്ഞു പോകുന്നു. ദേഹം വിറയ്ക്കുന്നു. നീനെ. സണ്ണി കമ്പിയഴികൾക്കടുത്തെത്തി. ഞാനാണിത്, സണ്ണി, നിന്റെ സണ്ണിച്ചൻ. മദർ എന്നോട് എല്ലാം പറഞ്ഞു. ഞാൻ നമ്മുടെ മകനെ കണ്ടു. അയാൾ അഴികളിൽ പിടിച്ചിരുന്ന അവളുടെ വിരലുകളെ തൻ്റെ കൈത്തലം കൊണ്ട് പൊതിഞ്ഞു. നീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് മുട്ടുകുത്തി. അയാളുടെ കൈത്തലങ്ങളിൽ അവൾ മുഖമർപ്പിച്ചു. അവളുടെ കണ്ണീർ വീണ് അവ നനഞ്ഞു കുതിർന്നു. വത്സമ്മയും മദറും നിറകണ്ണുകളോടെ പരസ്പരം നോക്കി. അഡ്വക്കേറ്റ് സണ്ണി തോമസിന് ഊണില്ല, ഉറക്കമില്ല. തടിച്ച നിയമപുസ്തകങ്ങൾക്കിടയിലിരുന്ന് അയാൾ ഗാഢമായി ചിന്തിക്കുന്നു. എന്തൊക്കെയോ കുറിച്ചിടുന്നു. പുസ്തകങ്ങൾ മറിച്ചു നോക്കുന്നു. നോട്ട് തയ്യാറാക്കുന്നു. പല ദിവസങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഏതാനും നാളുകൾക്കകം നീനയുടെ കേസിന്മേലുള്ള ഹൈക്കോടതിയിൽ അപ്പീൽ വാദം ആരംഭിക്കുകയാണ്. നീനയെ രക്ഷിക്കണം. അതിനുള്ള പഴുതുകൾ തേടുക മാത്രമല്ല സണ്ണി ചെയ്യുന്നത്. നിയമത്തിന് അവളെ ശിക്ഷിക്കാൻ കഴിയുന്ന എല്ലാ പഴുതുകളും അടയ്ക്കുക കൂടിയാണ്. സെഷൻസ് കോർട്ടിൽ കേസ് നടന്നപ്പോൾ പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന 2 പേരെ കൂടി സണ്ണിച്ചൻ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. ആൻ്റപ്പനൊപ്പം നീനയെ ആക്രമിക്കാൻ വന്ന മറ്റു 2 ചെറുപ്പക്കാർ. അവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തിയാൽ സംഗതി ബലാത്സംഗ ശ്രമമാണെന്ന് തെളിയും. നീന സ്വരക്ഷയെ കരുതി കൊലപാതകം നടത്തിയതാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യാം. സണ്ണി തോമസ് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. കേസിൽ നിന്ന് വാദിഭാഗം മനഃപൂർവ്വം അവരെ ഒഴിവാക്കുകയാണ് ചെയ്തതെന്ന് മനസ്സിലായി. പോലീസിനും അതിലൊരു പങ്കുണ്ട്. ആൻ്റപ്പൻ്റെ സഹായികളായിരുന്ന 2 പേരെയും കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു സണ്ണി വാദം ആരംഭിച്ചത്. ദിനരാത്രങ്ങൾ എത്ര കടന്നുപോയി. ആഴ്ചകൾ, മാസങ്ങൾ. ആൻ്റപ്പൻ വധക്കേസിൽ ഹൈക്കോടതി വിധി പറയുന്ന ദിവസമാണിന്ന്. 11 മണിക്ക് കോടതി ആരംഭിച്ചു. കോർട്ട് ഹാൾ നിറച്ച ആളുകൾ. കോടതി വിധി വായന ആരംഭിച്ചു. അത് നീണ്ടു പോയി. കേസന്വേഷണത്തിൽ പക്ഷപാതപരമായി പെരുമാറിയ പോലീസിനെയും പ്രതിയോട് അങ്ങേയറ്റം കാർക്കശ്യം കാണിച്ച
കീഴ്ക്കോടതി വിധിയെയും വിമർശിച്ചുകൊണ്ട് ഒടുവിൽ ജഡ്ജി ഇങ്ങനെ പ്രസ്താവിച്ചു: 3 പുരുഷന്മാർ ചേർന്ന് നടത്തിയ ബലാത്കാര ശ്രമത്തിനിടയിൽ പ്രതി കൊല നടത്തിയത് കരുതിക്കൂട്ടിയല്ലെന്നും തൻ്റെയും മകൻ്റെയും മാനത്തെ കരുതിയും സ്വരക്ഷയെ കരുതിയുമാണെന്നും കോടതിക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നതിനാൽ പ്രതിയെ വെറുതെ വിടാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. നീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. കോർട്ട് ഹാളിന് വെളിയിൽ സഹപ്രവർത്തകർ സണ്ണിയെ അഭിനന്ദിക്കാൻ മത്സരിക്കുകയായിരുന്നു. മദറും ആകാശും വെളിയിൽ കാത്തുനിന്നു. സണ്ണി അവിടേക്ക് ചെന്നു. മദർ, കോടതി നീനയെ വെറുതെ വിട്ടു. മദർ പുഞ്ചിരി തൂകി. നിങ്ങൾ എന്തു വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടും അത് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മദറും ആകാശും സണ്ണിയും സബ് ജയിലിന് വെളിയിൽ തണൽ മരത്തിന് ചുവട്ടിൽ കാത്തുനിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ജയിലിൻ്റെ കവാടം മെല്ലെ തുറക്കപ്പെട്ടു. ഏതു വേഷത്തിൽ അവൾ ഒരിക്കൽ അതിനകത്ത് കയറിയോ അതേ വേഷത്തിൽ പുറത്തേക്ക് വന്നു. ആകാശിൻ്റെയും സണ്ണിച്ചിൻ്റെയും മദറിൻ്റെയും അടുത്തേക്ക്. നീനെ, ഇതാ നിന്റെ ഭർത്താവ്, ഇതാ നിന്റെ മകൻ. മദർ അവരുടെ കൈപിടിച്ച് അവളെ ഏൽപ്പിച്ചു. എൻ്റെ ജോലി തീർന്നു, മദർ മന്ത്രിച്ചു. അവർക്കായി ടാക്സിക്കാർ കാത്തുകിടന്നിരുന്നു. മദർ അതിനരികിലേക്ക് നടന്നു. കാറിൽ കയറും മുൻപ് അവർ പറഞ്ഞു: വല്ലപ്പോഴും വരിക, എന്നെ കാണാനല്ല, ഈ കിഴവിക്ക് നിങ്ങളെയൊന്ന് കാണാൻ. അവർ കാറിൽ കയറി. ഡോർ അടഞ്ഞു. കാർ മുൻപോട്ട് നീങ്ങി. മദർ കൈവീശി. പിന്നെ പൊടിപടലങ്ങൾ ഉയർത്തി അത് പാഞ്ഞുപോയി. കാർ ദൂരെ പോയി മറയും മുൻപ് മദർ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. തണൽ മരച്ചുവട്ടിൽ ആ കൊച്ചു കുടുംബം ഇപ്പോഴും നോക്കി നിൽപ്പുണ്ട്. സ്നേഹത്തിൻ്റെ സുരക്ഷിത വലയത്തിനുള്ളിൽ ദൈവം അനന്തമായ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും വീണ്ടും കണ്ണികൾ വിളക്കിച്ചേർത്ത കുടുംബം. മദർ ഒരിക്കൽ കൂടി അവരുടെ നേർക്ക് കൈവീശി. നോവൽ ഇവിടെ പൂർണ്ണമാവുന്നു.